എല്ലാവർക്കും നമസ്കാരം. JRCM അതിന് തന്നെ എപ്പോഴും പവർ അല്ലേ? എന്താ പറയാ, ഒരു വലിയൊരു എനർജി ആയിരുന്നു പോയത് അല്ലേ? രോമൊക്കെ ഇങ്ങനെ എണീറ്റ് നിന്നു കുറച്ച് നേരത്തേക്ക്. അപ്പോൾ എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ഹരിശങ്കർ, സ്ഥലം തൃശ്ശൂർ തന്നെയാണ്. എന്നാൽ സ്വദേശം തൃശ്ശൂരാണോ ചോദിച്ചാൽ അത് ഒരു ഡിബേറ്റാ. കാരണം ഒരു അഞ്ചാം ക്ലാസ് വരെ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. അവിടെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു ആദ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എയർഫോഴ്സ് ക്വാർട്ടേഴ്സിലായിരുന്നു ഒരു 5 കൊല്ലത്തോളം. അതിനുശേഷം ഒരു 3 കൊല്ലത്തോളം എറണാകുളത്തായിരുന്നു വാടക വീട്ടിൽ. അത് കഴിഞ്ഞിപ്പോൾ കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് തൃശ്ശൂരാണ്. അതുകൊണ്ട് തന്നെ എന്തുട്ടാ എന്നുള്ളൊരു സ്ലാങ് വന്നിട്ടില്ല, വരും, കുറച്ച് സമയം കൂടി പിടിക്കും. അപ്പോൾ കഴിഞ്ഞൊരു 20 വർഷമായിട്ട് ഈ പ്രസ്ഥാനം എനിക്കറിയാം. പക്ഷേ ഞാൻ പറയാറുണ്ട് എല്ലാ വേദികളിലും, MBBS കഴിയുന്നവരെ ഒരാളോട് പോലും ഈ ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരാളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ അച്ഛൻ എല്ലാ ദിവസവും ഘോര പ്രസംഗമാണ് ഇതിനെപ്പറ്റി, ഈ ഉൽപ്പന്നങ്ങളെ പറ്റി, ഈ സോപ്പിനെയും ചായപ്പൊടിനെയൊക്കെ പറ്റി. എത്ര കാലം മുമ്പ് തുടങ്ങിയാണെന്നറിയോ? നിങ്ങൾ വിചാരിക്കുന്ന പോലും ഒന്നല്ല, 20 വർഷം. അന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് അച്ഛൻ എന്താ ജോലി എന്ന്. ഞാൻ എന്താ പറയാന്നറിയോ? എക്സ് എയർഫോഴ്സാണ്. എക്സ് എയർഫോഴ്സാണ്. അതോടെ പിന്നെ കൂടുതൽ ചോദ്യമില്ല. എങ്ങാനും RCM ആണെന്ന് പറഞ്ഞാൽ എന്താണ് RCM, എന്തൊക്കെയുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അതിനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് എക്സ് എയർഫോഴ്സ് ആണെന്ന് പറഞ്ഞങ്ങ് ഒഴിവാക്കി വിടും. അപ്പം അങ്ങനെ ഒരു ജീവിതം, എന്താണ് RCM എന്ന് തിരിച്ചറിയാത്ത കുറച്ച് കാലം. അതിനുശേഷമാണ് നേരത്തെ അർജുൻ സാർ സൂചിപ്പിച്ച പോലെ എനിക്ക് MBBSന് സെലക്ഷൻ കിട്ടുന്നത്. ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ്. നിങ്ങൾക്ക് ഊഹിക്കാം ഇന്നത്തെ സാഹചര്യത്തിൽ എന്തായിരിക്കും ഫീസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഈ ലൈറ്റ് വേണമെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യാം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്ത് സംബന്ധമായിട്ടുള്ളൊരു ടോപ്പിക് ആണെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടോ? ഉറങ്ങരുത്. ഉറക്കം വരുന്നുണ്ടെങ്കിൽ 4 കാരണം, അതൊക്കെ ബൈഹാർട്ടായിരിക്കണം. എന്താണ്? ഒന്നെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ് കുറവാ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാ, അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, അതും അല്ലെങ്കിലോ നല്ല പോലെ തട്ടിയിട്ട് വന്നവരാ. ഇതിലേത് വിഭാഗത്തിൽ പെടുമെന്ന് നിങ്ങൾ ആയിരിക്കും. ചിലർക്ക് ഇത് 4 ഉണ്ടാവും. അങ്ങനെയുള്ളവർ കണ്ണ് തുറന്ന് പിടിക്കാൻ ഇച്ചിരി കഷ്ടപ്പാടായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇടയ്ക്കിടയ്ക്ക് കൈയടിക്കുക. ഒരു റൗണ്ട് കൈയടിച്ച് തുടങ്ങാം. ഓക്കെ, ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ദ ഹോൾ ഹ്യൂമൻ ROI. ആർക്കും മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞു കഴിയുമ്പോഴാണ് അതിൻ്റെ അർത്ഥം അടിപൊളിയാവുക. ഹോൾ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ആവശ്യം ഉള്ള ROIന് അർത്ഥം അറിയാൻ എത്ര പേരുണ്ട്? ROI, റിട്ടേൺസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. എത്ര പേർക്ക് അറിയാതെ? നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഭാവിയിൽ കിട്ടാൻ ചാൻസ് ഉള്ള റിട്ടേൺസ്. അതാണ് എന്ത്? ROI. ഞാൻ പറയും ഈ വാക്ക് നിങ്ങൾ മതിലിൽ എഴുതി വെക്കണം. ഇത് ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വാക്ക് ചില്ലറ വാക്കല്ല. ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ മേഖലയിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു വാക്കാണ് ROI. എന്താ? റിട്ടേൺസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഭാവിയിലേക്ക് അതിൻ്റെ റിട്ടേൺസ് കിട്ടുമെന്ന് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇത് നമ്മുടെ ആരോഗ്യത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ വ്യായാമം ചെയ്യുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? നാളെ നല്ലൊരു ആരോഗ്യം കിട്ടണം എന്ന് ഉള്ളൊരു ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അതും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം.
അതിൻ്റെ റിട്ടേൺസ് 10 മടങ്ങായിട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അതിനുള്ള തെളിവാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. റെഡിയാണോ? റെഡി? യെസ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം അവനവനിലാണ്. എന്താണ്? ഇൻവെസ്റ്റ് ഓൺ യുവർ ഹെൽത്ത്. ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആശുപത്രികളുള്ള എവിടെയാ? ഇന്ത്യയിൽ, കേരളത്തിലാ? ആണോ? ഏറ്റവും കൂടുതൽ ആശുപത്രികൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം ഏറ്റവും കൂടുതൽ രോഗികളും ഇന്ത്യയിലാണ്. ഇന്ത്യയിലല്ല, കേരളത്തിലാണ്. ആണോ? ആണ്. ഞാൻ 3 മാസത്തോളം ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് താലൂക്ക് ആശുപത്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാ. ഒരു ദിവസം 300 പേഷ്യന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. 300 പേഷ്യന്റ് ഒരു ദിവസം. രാവിലെ വന്ന് ഇരിക്കുകയാണ് സാറേ, ചുറ്റും ഇങ്ങനെ OP ടിക്കറ്റ് ആയിട്ട് ഇങ്ങനെ ആൾക്കാരുണ്ടാവും, ഇങ്ങനെ പൂക്കളിട്ട പോലെ. അപ്പോൾ ഏത് വേണേൽ നമുക്ക് എടുക്കാം, ഇവിടുന്ന് എടുക്കാം, വന്നിരിക്കുന്നു. അപ്പോൾ എന്താ പ്രശ്നം? പനി. എത്ര ദിവസമായി? 4 ദിവസമായി. 4 ദിവസമായി. ബ്ലഡ് ഒന്ന് പരിശോധിച്ചിട്ട് വരാം. ആൾ ഒഴിവാക്കി. അടുത്ത ആള്. എത്ര ദിവസം? എന്താ പ്രശ്നം? വയറുവേദന. എത്ര ദിവസമായി? 4 ദിവസമായി. ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വാ. ഇങ്ങനെ ഒഴിവാക്കി വിടാനേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയമുള്ളൂ. ഞാൻ പറയണത് ഗവൺമെൻറ് ആശുപത്രികളിലും ഗവൺമെൻറ് താലൂക്ക് ആശുപത്രികളും പ്രൈമറി ഹെൽത്ത് സെൻ്ററിലൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇത്രയധികം രോഗികളുണ്ട് എവിടെ? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. ശരിക്കും ഇവരോടൊക്കെ എനിക്കൊരു 10-15 മിനിറ്റ് സമയം സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ജീവിത ശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത് അവരെൻ്റെ അടുത്ത് വരില്ലായിരുന്നു. പക്ഷെ അതിനുള്ള സമയമുണ്ടോ? ഒഴിവാക്കി വിടാനുള്ള സമയമേ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഹെൽത്ത് എന്ന് പറയണത് നമ്മൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു മേഖലയാണ്. നമുക്കറിയാം ഹെൽത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന 2 പേരാ. ഒന്നാരാ? ഒന്ന് രോഗികളായിരിക്കും, രോഗം വന്ന് ചികിത്സിക്കാൻ വേണ്ടി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. മറ്റു കൂട്ടരാരായിരിക്കും? രോഗം വരാതെ സൂക്ഷിക്കാൻ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നവർ. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് സെലിബ്രിറ്റീസാ. ആണോ അല്ലയോ? അല്ലേ? മമ്മൂട്ടി, മോഹൻലാലൊക്കെ വലിയ വലിയ സെലിബ്രിറ്റീസ്. സ്വന്തമായിട്ട് ഡയറ്റീഷ്യൻ, സ്വന്തമായിട്ട് ഡോക്ടർ, സ്വന്തമായിട്ട് ഫിസിക്കൽ ട്രെയിനർ എല്ലാം ഉണ്ടാവും. അവരതിന് ദിനം പ്രതി എത്ര ആയിരങ്ങളും ലക്ഷങ്ങളും മുടക്കുന്നുണ്ടാവും. ആണോ അല്ലയോ? അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലേ? എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അവരുടെ ഹെൽത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മളോ എന്നാ പുട്ടും കടലയും പപ്പടം തന്നെ. ഹലോ, ഇന്ന് മുതൽ നമ്മളൊരു തീരുമാനം എടുക്കണം. എന്ത്? ഞാനും എൻ്റെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും. എത്ര പേരാ തീരുമാനം എടുത്തു? യെസ്, കുറേ പേര് തീരുമാനം എടുത്തു കഴിഞ്ഞു. വെരി ഗുഡ്. ഒരു കൈയടി നിങ്ങൾക്ക് വേണ്ടി തന്നെ കൊടുത്തോളൂ. കാരണം ഹെൽത്തിന് വേണ്ടി നമ്മൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മളത് ഒരിക്കലും ചിന്തിക്കാത്തൊരു വശമാണ്. കാരണം നമുക്കിപ്പം ഒരു പ്രശ്നവുമില്ല, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പക്ഷേ ഫ്യൂച്ചർ ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മളെപ്പോഴും സങ്കല്പിക്കണം. റെഡി? അപ്പം അങ്ങനെ നമ്മൾ ഇനി ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ടാണ് കുറച്ച് നേരം സംസാരിക്കാൻ പോകുന്നത്. സോ ഇൻവെസ്റ്റ് ഓൺ യുവർ ഹെൽത്ത്. അപ്പോൾ നമുക്ക് എന്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞേ? സെലിബ്രിറ്റി മൈൻഡ് സെറ്റോട് കൂടെ വേണം നമ്മൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്യാൻ. കാരണം എന്താ? സെലിബ്രിറ്റീസ് അറിയാലോ, അവരവരുടെ ഹെൽത്ത് എപ്പോഴും നോക്കും, എപ്പോഴും എന്താ കഴിക്കുന്നതെന്ന് നോക്കും, അല്ലേ? നമ്മൾ അതുപോലെ ആവണം. ഞാൻ എല്ലാ വേദിയിലും പറയാറുണ്ട്, മമ്മൂട്ടി ഒരു ദിവസം രാവിലെ അപ്പവും കടലയും കഴിക്കാന്ന് പറഞ്ഞ് വരിക. അപ്പോഴാണ് ആളുടെ ഡയറ്റീഷ്യൻ വന്ന് പറയാ, നോ സാറേ, അടുത്ത മാസം നിങ്ങൾക്ക് പുലിമുരുകൻ സിനിമയിൽ അഭിനയിക്കാനുള്ളതാ. അപ്പോൾ കാലിലും കയ്യിലൊക്കെ നല്ല മസിൽസ് വേണം, മുണ്ട് മടക്കി കുത്തുമ്പോൾ ഒക്കെ മസിൽ കാണണം. അപ്പോൾ നല്ല പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ. എന്താ നിങ്ങൾക്ക് എടുത്തു വെച്ചിട്ടുണ്ട്, ഇത് മാത്രം കഴിച്ചാൽ മതി എന്ന് പറയും. മമ്മൂട്ടി എന്ത് ചെയ്യും? അത് മാത്രമേ കഴിക്കൂ. അത് കഴിഞ്ഞൊരു കടയുടെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ അവിടെ വടയും സാമ്പാറും കൊടുക്കുക, ഒരാൾ അതിരുന്ന് കഴിക്കുന്നു, മമ്മൂട്ടി അത് നോക്കിയിരിക്കുന്നു. കഴിക്കോ? വേണമെങ്കിൽ 100 വട വീട്ടിലുണ്ടാക്കാനുള്ള സൗകര്യമുള്ള ആളാ, കഴിക്കോ? ഇല്ല. അതാണ് ബേസിക്കലി ഇൻവെസ്റ്റ്മെന്റ് ഓൺ യുവർ ഹെൽത്ത്. അപ്പോൾ അത് മനസ്സിലാക്കണം. എന്നുവെച്ച് നാളെ മുതൽ വടയും സാമ്പാറും കഴിക്കരുതെന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള നമ്മുടെ പരിധിയിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ചെയ്യാലോ അത്രേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഈ മെൻറ്റാലിറ്റി വേണം.
അല്ലെങ്കിലോ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, പഴയ ശങ്കരൻ എവിടെയാണ്? എല്ലാവർക്കും അറിയാല്ലേ. അപ്പോൾ അതുപോലെ ആവരുത്. നമ്മളൊരു മാറ്റത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവണം. റെഡി? യെസ്. അപ്പം ലോകാരോഗ്യ സംഘടന പറയുന്ന ഹെൽത്തിന്റെ ഡെഫിനിഷനാണ് ശാരീരികമായും മാനസികമായും അതുപോലെ തന്നെ എന്താണ് സാമൂഹികപരമായിട്ടും നമ്മൾ ഹെൽത്തി ആവണം. എന്നാൽ മാത്രമേ നമ്മളും അല്ലെങ്കിൽ നമ്മുടെ കുടുംബവും ഹെൽത്തി ആവുന്ന നമുക്കൊരു ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിന്നൊരു പ്രശ്നവുമില്ല, ദാറ്റ് ഡസൻറ്റ് മീൻ യു ആർ ഹെൽത്തി. നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും അതുപോലെ ഒരു ഹെൽത്തി സൊസൈറ്റിയിൽ ജീവിച്ചാലേ നമ്മൾ ഹെൽത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഞാൻ പറയണല്ല, ലോകാരോഗ്യ സംഘടന പറയുന്ന ഹെൽത്തിൻ്റെ ഡെഫിനിഷനാണ്. ഇത് ഇന്ന് 100%, 100 അല്ല 120% ചെയ്ത് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് RCM. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. റെഡിയാണോ? ഓക്കെ, യെസ്. അപ്പം ഞാൻ എല്ലായിടത്തും പറയാറ് പോലെ തന്നെ മേജർ റീസൺ ഫോർ ഇൽനെസ്, രോഗം വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, പോഷകാഹാരത്തിൻ്റെ കുറവ്. അപ്പം എന്താണ് പോഷകാഹാരം? നമ്മളെല്ലാവരും എന്താ കഴിക്കുന്നത്? എത്ര പേര് ഗ്ലൂക്കോസ് കഴിക്കുന്നവരുണ്ട്? ഒന്ന് കൈപൊക്കിക്കേ. ഗ്ലൂക്കോസ് കഴിക്കുന്നവർ എത്ര പേരുണ്ട്? ആകെ 2 പേര് മാത്രമേ ഉള്ളൂ. വാവ്, 3-4 പേരൊക്കെ കൈപൊക്കി. ഗ്ലൂക്കോസ് കഴിക്കുന്ന ഇത്ര പേരേ ഉള്ളൂ. കുറച്ച് പേർക്കൊക്കെ കാര്യം പിടികിട്ടി തുടങ്ങി, അവിടെ ഇവിടെ നിന്നൊക്കെ കൈ പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നോക്കൂ. ചോറ്, ചപ്പാത്തി, കിഴങ്ങ്, പഞ്ചസാര, മൈദ, ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ഇപ്പൊ 100%. ഇതെല്ലാം ബേസിക്കലി ദഹനത്തിന് ശേഷം ഉണ്ടാവുന്നതാണ് ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസിന്റെ ഒരേ ഒരു പണി എന്താണ്? ഊർജം. നമ്മൾ വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നു, വണ്ടി മുന്നോട്ട് പോകുന്നു, എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് ഇത് കത്തുന്നത്? ഇതിലോട്ട് ഒരു സ്പാർക്ക് ചെല്ലുന്നു, കമ്പഷൻ നടക്കുന്നു, ആ ഫോഴ്സ് ഉപയോഗിച്ച് പിസ്റ്റൺ നീങ്ങുന്നു, ആ പിസ്റ്റന്റെ മോഷൻ നമ്മൾ സർക്കുലർ മോഷൻ ആക്കി വണ്ടി പോകുന്നു. ഈ സയൻസ് നമ്മൾക്കറിയാം. പക്ഷെ ഈ ഇന്ധനം കഴിച്ച് എങ്ങനെ ഈ വണ്ടി പോകുന്നു എന്നുള്ള സയൻസ് നമുക്കറിയില്ല. ആണോ അല്ലയോ? യെസ്. ഈ സയൻസ് നമ്മൾ പഠിക്കണം. ഇതിനാകെയുള്ള ജോലി ഊർജമാണ്. ഇത് തന്നെയാണ് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് കഴിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? നമ്മുടെ അച്ഛന്മാരും നമ്മുടെ അച്ഛൻ്റെ അച്ഛനും എല്ലാവരും ഇതേ ഭക്ഷണം തന്നെയാണ് കഴിച്ചുകൊണ്ട് വന്നത്. പക്ഷെ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ പ്രശ്നം ആർക്കാണ്? നമുക്ക് മാത്രമാണ്. വൈ? കാരണം ആയാസമുള്ള ജോലികൾ അന്ന് വളരെ കൂടുതലായിരുന്നു. വെള്ളം കോരണമായിരുന്നു, വിറക് വെട്ടണമായിരുന്നു, അടിച്ചു വാരണമായിരുന്നു, മുളകരയ്ക്കണമായിരുന്നു, അല്ലേ? എന്തൊക്കെ ജോലികളാ. ഇന്ന് ഈ വെള്ളം കോരുന്നത് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ബാക്ക് മസിലിൻ്റെ ജോലിയാണ്. ഇന്ന് ഈ ജോലി ചെയ്യണമെങ്കിൽ എവിടെ പോകണം? ജിമ്മിൽ പോകണം. വേറെ എന്തെങ്കിലും നിവൃത്തിയുണ്ടോ? വേറെ എന്തെങ്കിലും പണിയുണ്ടോ ഇങ്ങനെ ചെയ്യുന്നേ? കൊതുകിനെ അടിക്കുന്ന വല്ല പരിപാടി ഉണ്ടോ? അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊന്നും വലിയ ആയാസമായിട്ട് കൂട്ടാൻ പറ്റില്ല. അപ്പം ഇന്ന് നമ്മൾ ആയാസരഹിതമായൊരു ജീവിതം, എല്ലാം സ്വിച്ചുകളിൽ ഒതുങ്ങുന്നൊരു ജീവിതം. പക്ഷേ നമ്മുടെ ഭക്ഷണത്തിന് യാതൊരുവിധ മാറ്റങ്ങളുമില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഊർജം തരുന്ന ഭക്ഷണം എന്ത് സംഭവിക്കും? നമ്മൾ അമിതമായിട്ട് കഴിക്കുമ്പോൾ ഇത് ഡെപ്പോസിറ്റ് ചെയ്യും. ബാങ്കുകളിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് കിട്ടും? പലിശ കിട്ടില്ലേ? പക്ഷെ ബാങ്ക് കൃത്യമായിട്ട് പലിശ തന്നില്ലെങ്കിലും ഇയാൾ കൃത്യമായിട്ട് പലിശ തരും. ഹലോ, യെസ്, ഇയാൾ കൃത്യമായിട്ട് പലിശ തരും. ഇതാദ്യം ചെന്ന് ഡെപ്പോസിറ്റ് ആവുന്ന എവിടെയാ? ലിവറിലാണ്. ഫാറ്റി ലിവർ എന്ന് കേട്ടിട്ടുണ്ടോ? ഫാറ്റി ലിവർ എന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ സാറേ എത്ര പേർക്ക് ഉണ്ടാവും? 90% പേർക്കും ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഉണ്ടാവും. കാരണം നമ്മുടെ സ്റ്റേപ്പിൾ ഡയറ്റ് അങ്ങനെയാണ്, നമ്മുടെ ഭക്ഷണക്രമം അങ്ങനെയാണ്. ഊർജ്ജമുള്ള ഭക്ഷണം നമ്മൾ 3 നേരം കഴിക്കുന്നുണ്ട്. അതേ നമ്മൾ ചെറുപ്പത്തിൽ എന്താണോ ശീലിച്ചത് അതേ ഭക്ഷണം തന്നെയാണ് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്ന് ചെയ്ത ജോലിയൊന്നും ഇന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഇയാൾ ഡെപ്പോസിറ്റ് ആവും. ഇന്ന് ചിലവർക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ആവുള്ളൂ, എന്നാൽ ചിലവർക്ക് അത് ബ്ലഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഹലോ, അതിന് വിളിക്കുന്ന പേരാണ് ഡയബറ്റീസ്, ഷുഗർ എന്ന് നമ്മൾ നല്ല മനോഹരമായിട്ട് പറയും. ഹലോ,
ഇതിന്റെ മൂലകാരണം എന്താ? മൂലകാരണം എന്താ? ഗ്ലൂക്കോസ്. നമ്മുടെ കാലം മാറി, നമ്മുടെ പഴയ കാലം മാറി, ഇന്നിപ്പോ പുതിയ കാലമാണ്. നമ്മൾ ഇത് കത്തിക്കണമെങ്കിൽ ഇന്ന് എന്ത് ചെയ്യണം? നമ്മൾ മെനക്കെട്ട് അത് കത്തിക്കാനുള്ള പണി ചെയ്യണം. ഇല്ലെങ്കിലോ ഡെപ്പോസിറ്റ് ആവും. എല്ലാവർക്കും ഡെപ്പോസിറ്റ് ആവും. ഇന്ന് എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻസ്. കാരണം നോർത്ത് ഇന്ത്യൻസിന്റെ പ്രശ്നം, അവർക്ക് എന്താ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ആയാസമുള്ള ജോലികൾ ചെയ്യാനായിട്ട്. ഞാൻ പഞ്ചാബിൽ പോയപ്പോൾ ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, രണ്ട് സൈഡും പാടമാണ്, നല്ല മനോഹരമായ പാടം, നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ, നല്ല രസമാണ്. രാവിലെ എണീറ്റപ്പോഴും പാടം, ഉച്ചയ്ക്കും പാടം, വൈകുന്നേരവും പാടം. പിന്നെന്ത് ബോറടിക്കില്ലേ അല്ലേ? അത്രയധികം നെൽകൃഷിയാണ് അവിടെ പഞ്ചാബിൽ, ഫുൾ നെൽകൃഷിയാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ളൊരു ജോലിയാണ് എന്ത്? കൃഷി. അപ്പോൾ അവർക്ക് നല്ല ആയാസമുള്ള ലൈഫ് സ്റ്റൈൽ ഇപ്പോഴും നോർത്തിലുണ്ട് കുറച്ചൊക്കെ. അതുകൊണ്ട് പക്ഷെ നമ്മളോ, കേരളക്കാരോ, നമ്മൾ പഠിച്ച് കുറച്ച് അറിവൊക്കെ സമ്പാദിച്ച് നല്ല ജോലിയൊക്കെ മേടിച്ച് അത്യാവശ്യം വരുമാനമൊക്കെ മേടിക്കുന്ന ആൾക്കാർ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്നു, ഇതേ ഭക്ഷണങ്ങൾ കഴിക്കുന്നു അല്ലേ? ഡെപ്പോസിറ്റ് ആവോ ഇല്ലയോ? ആവും. ചിലവരൊക്കെ കണ്ണടഞ്ഞു പോകുന്നുണ്ട്. ഹലോ, ഒരു റൗണ്ട് കൈയടിച്ചോ. ഈ ഡെപ്പോസിറ്റ് ചെയ്ത സാധനമൊക്കെ ഒന്ന് കത്തിക്കട്ടെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ മാറണം, നമ്മുടെ ചിന്തകൾ മാറണം, നമ്മുടെ ഭക്ഷണക്രമം മാറണം. അതിനു വേണ്ടി യെസ്, ഞാൻ പറഞ്ഞു ഇതെന്താ? ഇത് ഡെപ്പോസിറ്റ്, ഇത് പലിശ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന് പലിശയുടെ പലിശ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാ? ഷുഗർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ബാധിക്കുന്നത് ചെറിയ രക്തക്കുഴലുകളാണ്. എവിടെയൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ ചെറിയ രക്തക്കുഴലുകളുണ്ടോ അവിടെ എല്ലാം ബാധിക്കും. കണ്ണിന് ബാധിക്കും, കാഴ്ചനെ കുറയും. കിഡ്നി, അവിടെ ചെറിയ രക്തക്കുഴലുണ്ട്. അതുപോലെ തന്നെ ഹാർട്ട്, ബ്രെയിന്, ഇവിടെ എല്ലാം ചെറിയ രക്തധമനികളുണ്ട്. ഇതിനെല്ലാം കേടുപാടുകൾ സംഭവിക്കും. ആരാ കാരണക്കാരൻ? യെസ്. അപ്പോൾ ആളെ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അത് പറയാൻ ആർക്കും ഒരു ഇതില്ല, സോറി. ഹലോ, ആളെ കുറയ്ക്കണം സാറേ, ആളെ കുറയ്ക്കണം. നോക്കൂ, ആളെ കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി ഇരിക്കാനൊന്നും അല്ല പറയണം. പകരം എന്ത് ചെയ്യുക? പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ കഴിക്കുക. അപ്പൊ എന്താണ് പ്രോട്ടീൻ? എന്തിനാണ് പ്രോട്ടീൻ? അതും ഞാൻ പറഞ്ഞു തരാം. ഫൈബർ റിച്ച് ഫുഡുകൾ കഴിക്കുക. നാരുകൾ അടങ്ങിയ ഭക്ഷണം നമ്മളൊരു ശീലമാക്കുക. അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്, ഒമേഗ 3 പോലെ, HDL പോലെയുള്ള ഹെൽത്തി ഫാറ്റ്സ്, അതും വഴിയെ പറഞ്ഞു തരാം. അതുപോലെ തന്നെ അത്യാവശ്യം വ്യായാമം ചെയ്യുക, അതും ഞാൻ പറഞ്ഞു തരാം. ഇതെല്ലാം നമ്മൾ ചെയ്യണം. എന്താ ഇങ്ങനെയല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കാറ്? അല്ലേ? ആ, എല്ലാവരും എത്തി നോക്കുന്നുണ്ട്. ഇത് ചോറാണ്, ഇത് ചോറ്. വായിൽ വെള്ളം വരാൻ തുടങ്ങി. ചോറ്, കറി, പപ്പടം എല്ലാം കൂട്ടി ഒരു റൗണ്ട് സാമ്പാറായിട്ട്, ഒരു റൗണ്ട് പരിപ്പായിട്ട്, ഒരു റൗണ്ട് രസമായിട്ട്, ആണോ അല്ലയോ? ഇങ്ങനെയല്ലേ കഴിക്കുന്നത്? ഇതൊന്നും മാറ്റി പിടിക്കുക. എന്ത് ചെയ്യണ്ടേ? ഒന്നും ചെയ്യാനല്ല, വളരെ സിമ്പിളാണ് പരിപാടി. ഇതേ ഇങ്ങനെ ആക്കിയാൽ മതി. വളരെ സിമ്പിളാണ്. അതെ, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആരേ സെലിബ്രിറ്റി ആയി. വളരെ സിമ്പിളാണ്. ദേ ഈ ചോറിനെ ഇങ്ങോട്ട് തട്ടുക, സാലഡുകൾ കഴിക്കുക, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം. ഇവിടെ ഞാൻ ചെറുപയർ ഇട്ടുന്നേ ഉള്ളൂ, വേറെ ഇഷ്ടം പോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമുക്ക് ഈ RCMൽ തന്നെയുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം. അതുപോലെ തന്നെ കറികൾ നല്ലപോലെ കഴിക്കുക. ഇങ്ങനൊരു ഭക്ഷണക്രമം നമ്മൾ ഫോളോ ചെയ്യണം. കാരണം നമുക്ക് പഴയ പോലെ വിറകൊന്നും വെട്ടാനും ഇല്ല, വെള്ളം കോരാനും ഇല്ല, ഒന്നുമില്ല. കസേരയിൽ നിന്ന് ഇരുന്നാൽ എണീക്ക് പോലും ഇല്ല. ആണോ അല്ലയോ? എക്സാക്ട്ലി, എല്ലാവരും തലയാട്ടുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ശരീരത്തിൻ്റെ ഇത്ര ഊർജം മതി. ഓക്കെ, ഇങ്ങനൊരു ഭക്ഷണക്രമം നമ്മൾ ഫോളോ ചെയ്യാം. അതൊരു റുട്ടീനാക്കുക. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ ഇത് വയറ് നിറയും. ഇത്രയും കഴിക്കുമ്പോൾ വയറ് നിറയും, മനസ്സ് മാത്രമേ നിറയാത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ കഴിച്ചിട്ട് കാര്യമില്ല, ആവശ്യമുള്ളത് കഴിക്കണം. ഹലോ, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാലേ കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടുള്ളൂ? റിട്ടേൺസ് കിട്ടുള്ളൂ. റിട്ടേൺസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇത് നമ്പർ 1 ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ. ഇത്രയും കാലം ഇൻവെസ്റ്റ് ചെയ്തു തെറ്റായ രീതിയിൽ, എന്നിട്ട് ലാഭമൊന്നും കിട്ടിയില്ല, നഷ്ടം മാത്രം. ഒരു ഫാറ്റി ലിവറും കിട്ടി, ഒരു ഡയബറ്റീസും കിട്ടി, ഒരു
പല ആരോഗ്യ പ്രശ്നങ്ങളും, കൊളസ്ട്രോള്, BP ആണോ അല്ലയോ? ഇനി നിങ്ങളൊന്ന് മാറ്റി പിടിക്കുക. ഇനി എന്ത് കിട്ടുമെന്ന് നോക്കുക. റെഡിയാണോ? എത്ര പേർ റെഡിയാണ്? ഓ സൂപ്പർ, അടിപൊളി, നൈസ്, എല്ലാവരും അടിപൊളി. ഒരു കൈയടി നിങ്ങൾക്ക് തന്നെ കൊടുത്തോളൂ. അപ്പം ഇത് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൂട്ടുക. 5 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. റെഡിയാണോ? അപ്പൊ ഇത് നമ്പർ 1 ഇൻവെസ്റ്റ്മെന്റ്. യെസ്, ഞാൻ പറഞ്ഞു പ്രോട്ടീൻസ് കഴിക്കാൻ പറഞ്ഞു. എന്താണ് പ്രോട്ടീൻ്റെ പണി? നോക്കൂ, പ്രോട്ടീൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹന രസങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. രോഗപ്രതിരോധ ശക്തി നിയന്ത്രിക്കുന്ന ആന്റിബോഡീസ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. നമ്മുടെ പേശികൾ, മസിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺസ്, അതുപോലെ തന്നെ ശരീരത്തിലെ എല്ലാം, തലമുടി മുതൽ നഖം വരെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. ഈ ഒരു ശീലം നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം. ഇൻവെസ്റ്റ് ഓൺ യുവർ ഹെൽത്ത്. റെഡിയാണല്ലോ? അപ്പം പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റാ. ഞാൻ ഉറപ്പാക്കുന്ന ഒരു കാര്യമുണ്ട്. 3 നേരം ഭക്ഷണം കഴിച്ചാലും ആ 3 നേരത്തിലും പ്രോട്ടീൻ ഉണ്ട് എന്ന് ഞാൻ ഉറപ്പ് വരുത്താറുണ്ട്. അത് നിങ്ങളും എന്ത് ചെയ്യണം? ശീലിക്കണം. റെഡിയാണോ? യെസ്, പ്രോട്ടീൻ അതെ, അടിപൊളി. പ്രോട്ടീൻ സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. പ്രോട്ടീൻ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? പ്രോട്ടീൻ സപ്ലിമെന്റ് ഗുണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ 25 വയസ്സ് 26 വയസ്സ്, ഞാനൊരു 100 ഗ്രാം പയർ കഴിക്കുന്നു. ഓൾമോസ്റ്റ് 20-25 ഗ്രാം പ്രോട്ടീൻ അതിലുണ്ട്. ഒരു 60-70 വയസ്സായുള്ളൊരു ചേട്ടൻ 100 ഗ്രാം പയർ കഴിക്കുന്നു. ഓക്കെ, ആൾക്ക് 20 ഗ്രാം പ്രോട്ടീൻ കിട്ടുമോ? ഇല്ല. കാരണം എന്താണ്? ദഹനശേഷി കുറവായിരിക്കും. ആണോ അല്ലയോ? യെസ്, അത് പ്രായം കൂടുമ്പോൾ അങ്ങനെയാണ്, ദഹനശേഷി കുറവായിരിക്കും. അവർക്ക് നമ്മൾ സപ്ലിമെന്റ്സ് നേരിട്ട് കൊടുക്കുവാണെങ്കിൽ ഈ ഗ്യാപ്പ് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾഫിൽ ചെയ്യാൻ പറ്റും. പിടികിട്ടിയ? അതാണ് ബേസിക്കലി സപ്ലിമെന്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സപ്ലിമെന്റ്സ്. അപ്പം ഞാൻ അങ്ങനെ അന്ന് വയസ്സായവർ മാത്രം സപ്ലിമെന്റ്സ് ഉപയോഗിച്ചാൽ മതി എന്നാണോ? അല്ല. ഞാൻ ഇന്ന് രാവിലെ കഴിച്ചത് പ്രോട്ടീൻ ഷേക്ക് മാത്രമാണ്. ഒരു സ്കൂപ്പ് പ്രോട്ടീൻ ഇട്ടു, ഒരു പഴം ഇട്ടു, ഇച്ചിരി പാലൊഴിച്ചു, ബാക്കി വെള്ളം തന്നെയാണ്. പിന്നെ 2-3 നട്ട്സ് ഒക്കെ ഇട്ട് അടിച്ചു കുടിച്ചു. മതി. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. ഹലോ, നമ്മുടെ ഇതൊക്കെ എന്താണ്? ബേസിക്കലി ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഹലോ അല്ലേ? 10 കൊല്ലം കഴിയുമ്പോഴും ഞാനിവിടെ വരും. അന്ന് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഹലോ, അന്ന് നിങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിക്കോ. ഓക്കെ യെസ്. അപ്പം ഇതാണ് സപ്ലിമെന്റ്സ്, ഇതാണ് പ്രോട്ടീൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, നമ്മൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് പ്രോട്ടീൻ. ഒരു ശരാശരി 60 കിലോഗ്രാം ഭാരമുള്ള ആൾക്ക് ഏകദേശം 48 ഗ്രാം പ്രോട്ടീൻ ഡെയിലി വേണം. ഡെയിലി എന്ന് പറഞ്ഞാൽ ഒറ്റ നേരം കൊണ്ട് വേണ്ട, 3 നേരമായിട്ട് കഴിച്ചാൽ മതി. നമ്മുടെ നൂഡിൽസ് കഴിച്ചാൽ 12 ഗ്രാം പ്രോട്ടീൻ കിട്ടും സുഹൃത്തുക്കളെ. നൂഡിൽസ് കഴിച്ചാൽ. ഹലോ, നൂഡിൽസ് കഴിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളും എല്ലാം അറിയുന്നുണ്ടോ ഇന്ന് 12 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ടെന്ന്? ഈ ഒരു നൂഡിൽസ് കഴിച്ചാൽ 12 ഗ്രാം പ്രോട്ടീൻ കിട്ടും. ഇനി നമുക്ക് ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് ഉണ്ട്. ഇങ്ങോട്ട് നോക്കൂ, രാജ്മ അറിയാവുന്ന എത്ര പേരുണ്ട്? രാജ്മ, യെസ്, അടിപൊളി പ്രോട്ടീൻ സോഴ്സാ. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് വേവിക്കാതെ വേണം കഴിക്കാൻ. അപ്പോൾ പച്ചക്ക് കഴിക്കണമെന്ന് ചോദിക്കും. അങ്ങനെയല്ല, കുക്കറിലിട്ട് വേവിച്ചാൽ അതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റ് കുറയും. നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം ചെറുതായിട്ടൊന്ന് ആവി കയറ്റി അതെന്താവും? സോഫ്റ്റ് ആവും. അതുകൊണ്ട് സാലഡുകൾ കഴിക്കുക. ഓക്കെ ആണോ? കുഴപ്പമില്ല, കറിയായിട്ട് കഴിച്ചാൽ പ്രോട്ടീൻ കുറയുന്നേ ഉള്ളൂ. എന്നാലും അത് കഴിച്ചാൽ എന്ത് കിട്ടും? പ്രോട്ടീൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ പയർവർഗ്ഗങ്ങൾ, പരിപ്പുണ്ട്, ചെന, വെളുത്ത കടല, ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. ഇനി പ്രോട്ടീൻ്റെ രാജാക്കന്മാരാണ് ഗുഡ് ഡോട്ടിൻ്റെ ഈ 2 സാധനങ്ങൾ. പ്രോട്ടീൻസ് കഴിക്കുന്ന എത്ര പേരുണ്ട്? യെസ്, ഞാൻ ആഴ്ചയിൽ 5 ദിവസം പ്രോട്ടീൻസ് കഴിക്കുന്ന ഒരാളാണ്. ബാക്കി 2 ദിവസം എന്താ കഴിക്കാത്തത്? ആ 2 ദിവസം വെജ് ബൈറ്റ്സാ. വേറെ വ്യത്യാസമൊന്നുമില്ല. ആ 2 ദിവസം വെജ് ബൈറ്റ്സ് ആണ്, ബാക്കി എല്ലാ ദിവസവും പ്രോട്ടീൻസ് ആണ്. നിങ്ങൾക്ക് തിരിച്ചും കഴിക്കാം. കാരണം പ്രോട്ടീൻസിലാണ് 100 ഗ്രാമിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്? 50 ഗ്രാമിനടുത്ത് പ്രോട്ടീൻ ഉണ്ട്. ആ 50 ഗ്രാം കറി കഴിച്ചാൽ അതിൽ നിന്ന് ഓൾമോസ്റ്റ് 25 ഗ്രാമിൻ്റെ അടുത്ത് എന്ത് കിട്ടും? പ്രോട്ടീൻ കിട്ടും. അപ്പം ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങാം.
എല്ലാം ആഹാരത്തിലും എല്ലാ മീൽസിലും പ്രോട്ടീൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്താം. റെഡിയാണോ? യെസ്. പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക, നിങ്ങളുടെ ശരീരം ഒന്ന് എനർജറ്റിക് ആവും. റെഡിയാണല്ലോ? യെസ്. അതുപോലെ തന്നെ യെസ്, സപ്ലിമെന്റ്സ്. ന്യൂട്രിചാർജ് വുമൺ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? എന്നോട് കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ്, സാറേ സപ്ലിമെന്റ്സ് ശരിക്കും കഴിക്കണോ? ഇന്ന് കുറേ ഡോക്ടേഴ്സ് അതിനെതിരെയാണ്. ഹലോ, ഇതിനുള്ള മറുപടി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നോക്കൂ, നിങ്ങൾ ഒരു 3 ഏജ് ഗ്രൂപ്പ് എടുക്കുക. 18 മുതൽ 30 വയസ്സ് വരെ ഒരു ഏജ് ഗ്രൂപ്പ് എടുക്കുക. ഓക്കെ, 30 വയസ്സ് മുതൽ 60 വയസ്സ് വരെ രണ്ടാമത്തെ ഏജ് ഗ്രൂപ്പ് എടുക്കുക. 60 വയസ്സിന് മുകളിലുള്ളവർ മൂന്നാമത്തെ ഏജ് ഗ്രൂപ്പ്. ഓക്കെ, ആദ്യം ഞാൻ നടുവിലുള്ള ഏജ് ഗ്രൂപ്പ് 30 തൊട്ട് 60. 30 തൊട്ട് 60 അവരുടെ ചെറുപ്പമായ സമയത്ത് നല്ല ഭക്ഷണം കഴിച്ചവരാണ്. ആണോ അല്ലയോ? അല്ലേ? 30 തൊട്ട് 60 ഇരിക്കുന്നവരല്ലേ ഭൂരിഭാഗം ആൾക്കാരും. നിങ്ങളുടെ ചെറുപ്പത്തിൽ അത്യാവശ്യം നല്ല വെറൈറ്റീസ് ഓഫ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുള്ളതാ, ആണല്ലോ. പക്ഷേ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. എന്താ? 3 നേരം ഗ്ലൂക്കോസ് അടങ്ങിയ ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത്. ആണോ അല്ലേ? 3 നേരം ഞാൻ ഗ്ലൂക്കോസ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത്. അത് കുറേ കാലം കഴിച്ചു കഴിഞ്ഞാൽ പലിശയും കിട്ടും, പിന്നെ പലിശയുടെ പലിശയും കിട്ടി തുടങ്ങും. അത് ഇന്ന് മനസ്സിലായല്ലോ? യെസ്. അപ്പം നമ്മൾ എന്തിലോട്ട് മാറണം? പ്രോട്ടീനിലോട്ട് മാറണം. അപ്പോൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ നമ്മൾ യൂസ് ചെയ്താൽ നല്ലതാണ്. ആണോ അല്ലയോ? യെസ്, പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് വളരെ നല്ലതാണ്. ഇനി ഇതിൽ തന്നെ ഇത്രയും കാലം വെറൈറ്റീസ് ഓഫ് ഭക്ഷണം കഴിക്കാതെ പോരായ്മകൾ വന്ന ആൾക്കാരുണ്ടാവും, ഇല്ലേ? ഇലക്കറികൾ കഴിക്കാത്തവരുണ്ടാവും. വെറൈറ്റീസ് ഓഫ് ഭക്ഷണങ്ങൾ കഴിക്കാതെ വിറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉള്ളവർ ഇഷ്ടം പോലെ പേര് ഞാൻ കാണുന്നുണ്ട്. വിറ്റമിൻ D ഡെഫിഷ്യൻ്റ് ഉള്ള ഇഷ്ടം പോലെ പേര് ഞാൻ കാണുന്നുണ്ട്. അപ്പം പോരായ്മകളുള്ള ഇഷ്ടം പോലെ ആൾക്കാർ ഈ ഏജ് ഗ്രൂപ്പിൽ ഉണ്ട്. അപ്പോൾ അവർ സപ്ലിമെൻറ്റ്സ് കഴിച്ചാൽ അവർക്ക് എന്ത് കിട്ടും? ആ ഗ്യാപ്പ് ഫുൾഫിൽ ചെയ്യാൻ അവരെ സഹായിക്കും. അപ്പോൾ സപ്ലിമെൻറ്റ്സ് എടുക്കാം. ഇനി ഒരു 60 വയസ്സിന് മുകളിലുള്ള കാറ്റഗറി എടുക്കുക. 60 വയസ്സിന് മുകളിലുള്ള അവർ അത്യാവശ്യം നല്ല ഭക്ഷണമാണ് കഴിച്ചത്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള എത്ര ഭക്ഷണം കഴിച്ചാലും അതിന് കിട്ടാവുന്ന പോഷകത്തിൻ്റെ അതിനെ ആഗിരണം ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ആണോ അല്ലയോ? യെസ്. അപ്പോൾ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കാം? സപ്ലിമെൻറ്റ്സ് കൊടുക്കാം. നേരിട്ട് ആഗിരണം ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലാണ് എന്ത്? സപ്ലിമെൻറ്റ്സ്. ആണല്ലോ. ഇനി അവർക്ക് എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? തലച്ചോറ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഡിമെൻഷ്യ, ആൽഷിമേഴ്സ് അല്ലെങ്കിൽ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നല്ല കൊഴുപ്പുകൾ ഒമേഗ, DHA ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബ്രെയിൻ നല്ല ഇമ്പ്രൂവ് ആവും, ബ്രെയിൻ ഫങ്ഷൻ ഒന്നും കൂടി ഇമ്പ്രൂവ് ആവും. അപ്പോൾ അവർക്ക് സപ്ലിമെന്റ്സ് കൊടുക്കാമല്ലോ. ഇനി കൊടുക്കാം. ഇനി ഏറ്റവും ആദ്യം പറഞ്ഞ കാലം എനിക്കത് പറയാനേ ഇഷ്ടം, കാരണം ഞാൻ അതിലാണ് വരുന്നത്. 18 മുതൽ 30 വയസ്സ് വെറൈറ്റീസ് ആരും കഴിക്കാറില്ല. ഇലക്കറികൾ എൻ്റെ കൂട്ടുകാർ തൊടാറ് പോലുമില്ല. അവിടെ ഹോസ്റ്റലിൽ മെസ്സിൽ അവിടെ ഈ കറിയൊക്കെ വെക്കുന്ന സ്ഥലത്ത് ചിക്കൻ ഉണ്ടാവും, മീനുണ്ടാവും, മുട്ടയൊക്കെ ഉണ്ടാവും. അത് കാലി. കറി ഞാൻ വരുമ്പോൾ എനിക്ക് കറി എന്തായാലും ഉറപ്പാണ്, കാരണം ഞാൻ വെജിറ്റേറിയനാണ്. ഞാൻ വരുമ്പോൾ കറി അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും, കാരണം അത് ആരും തൊടില്ല സാറേ. അതുകൊണ്ട് തന്നെ നല്ല തോരൻ മെഴുക്ക് പുരട്ടിയാക്കി ഞാൻ കഴിക്കും. അത് ആരും കഴിക്കില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. എല്ലാവർക്കും എന്താ ഇഷ്ടം? നോൺ വെജാണ് ഇഷ്ടം. രണ്ടാമത്തത് അവർക്ക് ഇഷ്ടമുള്ളത് അവർ കഴിക്കുള്ളൂ. പൊറോട്ടയും ബീഫും ചിക്കൻ, എന്താണ് മറ്റേ സാധനത്തിൻ്റെ പേര്? ചിക്കിങ്ങോ? ആ ഫ്രൈഡ് ചിക്കൻ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്താന്ന്. അൽഫാം, കുഴിമന്തി, അതേ വരുന്നുണ്ട് ഓരോന്ന് അല്ലേ, ഷവർമ, ഇതൊക്കെയാണ് പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടം. എൻ്റെ ഏജ് ഗ്രൂപ്പ് പറഞ്ഞ. അപ്പോൾ അവർക്ക് പോരായ്മ വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഇനി അത് വേണ്ട, നിങ്ങൾക്ക് അത് ഓക്കെ, ദഹിക്കുന്നില്ല. എൻ്റെ കൂട്ടുകാരികൾ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കെല്ലാം പീരിയഡ്സ് ഇറഗുലറാ. ഹലോ, ഇന്ന് സ്കൂളിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് പിള്ളേർക്ക് വളരെ കുറവാണ്. എൻ്റെ അടുത്ത് വീട്ടിലൊരു കൊച്ചുണ്ട്, മീൻസ് എനിക്ക് 9ാം ക്ലാസ്സിലാണ്. ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സ്കൂളിൽ എല്ലാവർക്കും ഹീമോഗ്ലോബിൻ പരിശോധിച്ചു, എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ. അപ്പോൾ ചോദിച്ചു, നിൻ്റെ എത്രയാ? 10. ആൾക്ക് 10. അപ്പോൾ ആൾ പറയാം, എൻ്റെ ഒരു കൂട്ടുകാരിക്ക് 6 ഉള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു, 6? ICU പേഷ്യൻസിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പറയുന്ന സ്റ്റേജാണ് ഹീമോഗ്ലോബിൻ 6 എന്നൊക്കെ പറയുന്നത്. അവിടെ വരുന്നു, സ്കൂളിൽ വരുന്നു, കടന്നുറങ്ങുന്നു, ബോധമില്ലാണ്ട് എണീറ്റ് പോകുന്നു, എന്തൊക്കെയോ ക്ലാസ്സിൽ നടക്കുന്നു. അതാണ് ആ കുട്ടീൻ്റെ സ്കൂൾ ജീവിതം. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സപ്ലിമെൻറ്റ്സ് കൊടുക്കാമല്ലോ, കൊടുക്കാം. അവരുടെ ഹീമോഗ്ലോബിനും അവർക്ക് ആവശ്യമുള്ള അയണും അവർക്ക് ആവശ്യമുള്ള കാൽഷ്യം ഒക്കെ കിട്ടില്ലേ? അപ്പോൾ ആർക്കാ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റാത്തത്? ഹലോ,
ഉണ്ടോ? ആർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം സപ്ലിമെന്റ്സ് ഇതിൽ ന്യൂട്രിചാർജ് വുമൺ വളരെ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. ഞാൻ രാൻസാഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതുകൊണ്ട് അമ്മനാടുന്ന ആൾക്കാരാണ്. ഇഷ്ടം പോലെ ഓവറി, യൂട്രസ് സംബന്ധമുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു ബേസിക്കലി ഇതിൻ്റെ അടിപൊളി കോമ്പിനേഷൻ കാരണമാണ്. കാരണം ഇതിൽ എന്തുണ്ട്? കുറച്ച് പൂക്കളുടെയും പഴങ്ങളുടെയും സത്തുണ്ട്. സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട് വെരി 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 ഗുഡ്. ഞാൻ ഗൈനക്കോളജി വിഭാഗത്തിൽ അവിടെ ഹൗസ് സർജൻസി ഉള്ള സമയത്ത് അവിടുത്തെ മാഡം പല പേഷ്യൻസിനും റെക്കമെൻഡ് ചെയ്യുന്നതാണ് സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട്. കാരണം PMS, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, പീരിയഡ് സംബന്ധമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ അത് വളരെ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ അങ്ങനെ ഈ സപ്ലിമെന്റ്സ് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് omega-3. ഞാൻ നേരത്തെ പറഞ്ഞു കൊഴുപ്പുകൾ. നമുക്ക് കൊഴുപ്പുകൾ വേണോ? ഫാറ്റ് വേണോ? കൊഴുപ്പ് വേണ്ട സാറേ, എനിക്ക് കൊഴുപ്പ് കുറയ്ക്കാൻ ഇഷ്ടം. അങ്ങനെയാണോ? നിങ്ങളുടെ ബ്രെയിൻ, തലച്ചോറ്, ഇതിനുള്ളിൽ ഫുള്ള് കൊഴുപ്പാ. ഹലോ, ഇതിനുള്ളിൽ ഫുള്ളും കൊഴുപ്പ്. അതിൻ്റെ സയൻസ് മനസ്സിലാക്കണം. ഇതിനുള്ളിൽ നമുക്ക് ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്. അങ്ങനെ ഹെൽത്തി ഫാറ്റ്സ് വിളിക്കുന്ന ഒന്നാണ് എന്ത്? omega-3. ഈ omega-3ക്ക് കുറേ ജോലികളുണ്ട്. ഇതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും, രക്തധമനികളിൽ വരുന്ന നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കും, ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റുകൾ അഗ്രിഗേറ്റ് ചെയ്യാതിരിക്കാൻ സഹായിക്കും. ബേസിക്കലി അറ്റാക്ക് വരുന്നത് എപ്പോഴാണ്? ബ്ലോക്ക് വരുന്നത് എപ്പോഴാണ്? അവിടെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നു, അതിൻ്റെ പുറത്ത് ഈ പ്ലേറ്റ്ലെറ്റ്സ് വന്ന് അടിഞ്ഞു കൂടും. അതിൻ്റെ ഭാഗമായിട്ടാണ് വരിക എന്ത്? ബ്ലോക്ക് വരിക. അപ്പോൾ ബേസിക്കലി ആ പ്ലേറ്റ്ലെറ്റ്സ് അഗ്രിഗേഷൻ കുറയ്ക്കാൻ സഹായിക്കും. ആര്? omega-3. അപ്പോൾ ഇത് ഒരു ഹെൽത്തി ഫാറ്റാണ്. നമ്മുടെ ഡയറ്റിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക. എസ്പെഷ്യലി പ്രായം ഉള്ളവർ, 60 വയസ്സിന് മുകളിലുള്ളവർ omega-3 നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക. നെക്സ്റ്റ് omega-3. ഇത് നമ്മുടെ നാഡീഞരമ്പുകൾ, ബ്രെയിനിലുള്ള നാഡീഞരമ്പുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ omega-3 എന്ന് പറഞ്ഞുള്ള കൊഴുപ്പ് കൊണ്ടാണ്. അപ്പോൾ ഈ കൊഴുപ്പ് നമ്മൾ സപ്ലൈ ചെയ്താൽ ഇത് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യും. ബേസിക്കലി ബ്രെയിനും ഹാർട്ടും രണ്ടിനും നല്ലതാണ് എന്ത്? omega-3. നെക്സ്റ്റ് ഇതാണ് നമുക്ക് വരുന്ന omega-3. വെജ് ഒമേഗ കഴിക്കാൻ എത്ര പേരുണ്ട്? 100% അറ്റൻഡൻസ്. യെസ്, ദിസ് ഈസ് ദ എസെൻഷ്യൽ ഹ്യൂമൻ ന്യൂട്രിയൻസ്. നമ്മുടെ ശരീരത്തിന് വേണ്ടത് വെള്ളം ആവശ്യത്തിന് കുടിക്കണം. വെള്ളം കുടിക്കാത്തത് മാത്രം മതി, പല പ്രശ്നങ്ങൾക്കും കാരണമാണ്. നെക്സ്റ്റ് പ്രോട്ടീൻ. ഞാൻ പറഞ്ഞു പ്രോട്ടീൻ ഉൾപ്പെടുത്തണം, ആണോ അല്ലയോ? കാരണം പ്രോട്ടീൻ ഇഷ്ടംപോലെ ജോലിയുണ്ട്. ആ ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ ആളെ എന്ത് ചെയ്യണം? സപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് ഫാറ്റ്സ്, ഹെൽത്തി ഫാറ്റ്സ്. അതിനും ഇഷ്ടംപോലെ ജോലികളുണ്ട്. ഹോർമോൺ ഉണ്ടാക്കണം, അതുപോലെ തന്നെ തലച്ചോറ്, ബ്രെയിൻ ഹെൽത്ത്, ഇതെല്ലാം നിയന്ത്രിക്കുന്ന ആരാ? ഫാറ്റ്സ്. ഹെൽത്തി ഫാറ്റുകൾ നമ്മൾ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ വിറ്റമിൻസ് ആൻഡ് മിനറൽസ്, അവർക്കും കുറേ ജോലികളുണ്ട്. വെറൈറ്റീസ് ഓഫ് ഭക്ഷണങ്ങൾ കഴിക്കുക, സപ്ലിമെന്റ്സ് കഴിക്കുക. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് വേണോ വേണ്ടയോ? വേണം. ഗ്ലൂക്കോസ് വേണോ വേണ്ടയോ? വേണം. ഊർജം വേണ്ടേ? ഊർജം വേണം. തലച്ചോറ് പ്രവർത്തിക്കാൻ ഊർജം വേണം, ഹാർട്ട് പ്രവർത്തിക്കാൻ ഊർജം വേണം, കിഡ്നി പ്രവർത്തിക്കാൻ ഊർജം വേണം. പക്ഷെ എത്ര മതി? കുറച്ച് മതി. അവിടെയാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് മുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. എവിടെ? ഇവിടെ. അവനവനിൽ ഇന്ന് മുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. റെഡി ആണല്ലോ? യെസ്. ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് കാരണം കൂടി ഉണ്ട്, അതും കൂടി പറയാം. അടുത്ത മെയിൻ സംഭവമാണ് സ്ട്രെസ്, ഡിപ്രഷൻ. നേരത്തെ രാൻ സാർ മനോഹരമായിട്ടത് പറഞ്ഞു. സ്ട്രെസ് ഇന്ന് വലിയൊരു പ്രശ്നമാണ്. ഒന്നെങ്കിൽ നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിരിക്കും, ഭയങ്കര സമ്മർദ്ദത്തിലായിരിക്കും. എനിക്കൊരു സുഹൃത്തുണ്ട്, ആളെ വിളിച്ചാൽ കിട്ടില്ല. ഹലോ, അപ്പോൾ ഇല്ലടാ ഞാൻ ഇച്ചിരി തിരക്കില്ല, ഞാൻ എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് 8 മണിയൊക്കെ വരുമ്പോൾ ഒരു വോയിസ് ഇടും, എടാ ഭയങ്കര തിരക്കായിരുന്നു, OP-യിൽ 100-300 പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഒരു രക്ഷയില്ല, ഞാനൊന്ന് കടന്നുറങ്ങട്ടെ. എന്നിട്ട് രാവിലെ വീണ്ടും ഇവിടെ പോവും, ആശുപത്രി പോവും, ഭയങ്കര സമ്മർദ്ദത്തിലാണ്. ശമ്പളമുണ്ട്, 80,000 1,00,000-അടുത്ത് ശമ്പളമുണ്ട്. പക്ഷെ ആൾ എന്താണ്? നല്ല സമ്മർദ്ദത്തിലാണ്. ആണല്ലോ? ആ ആൾക്കൊരു സമയമില്ല, നല്ല സമ്മർദ്ദത്തിൽ. ഇനി എൻ്റെ വേറെ കൂട്ടുകാരനുണ്ട്, അവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഹലോ എന്തൊക്കെയുണ്ട്, സുഖമാണോ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം. ഞാൻ ചേട്ടാ നിനക്ക് ഞാൻ ഇച്ചിരി തിരക്കില്ലാന്ന് ഞാൻ ഇടയ്ക്ക് പറയും. അപ്പോൾ അവൻ പറയും, ആണോ നീ തിരക്കിലാണോ, എന്നാൽ പിന്നെ നാളെ രാവിലെ വിളിക്കാം. ഓക്കെ. അപ്പം നാളെ രാവിലെ വീണ്ടും കൃത്യമായിട്ട് വിളിക്കും, എന്തൊക്കെയുണ്ട്.
അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വിശേഷം, അവിടെ എന്താ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ആ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു, 10,000-40,000 സാലറി ഉണ്ട്, പക്ഷെ 30,000 ലോണാ, പിന്നെ മിച്ചമുള്ള 10,000 കൊണ്ട് കഞ്ഞിയും കുടിച്ച് ജീവിക്കുന്നു. അപ്പോൾ ആളെന്താ ലൈഫിൽ സങ്കടത്തിലാണ്. ഹലോ, ആൾക്ക് സമയമുണ്ട്, ശമ്പളമില്ല, പക്ഷേ സങ്കടത്തിലാണ്. ഇവിടെയോ ശമ്പളമുണ്ട്, സമയമില്ല, സമ്മർദ്ദത്തില്ല. രണ്ടും ബേസിക്കലി ഒന്ന് തന്നെയാണ്. ഹലോ, ഇത് രണ്ടും ബേസിക്കലി ഒന്ന് തന്നെയാണ്. അപ്പൊ ഇതെന്ന് ശരിക്കും ഇത് ചില്ലറ വെറുതെ പറഞ്ഞല്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോ, നിങ്ങളുടെ മക്കളുണ്ടാവും, നിങ്ങളുടെ ആരെങ്കിലും ചെറുപ്പക്കാരുടെ അവസ്ഥയാണ് ഇത് പറഞ്ഞത്. ഇത് രണ്ടും പ്രശ്നമാണ്. നോക്കിക്കോ, ഇതൊരു ലേഖനമാണ് ഒരാൾ എഴുതിയത്. ആള് ജീവിതത്തിൽ വളരെ ഹെൽത്തി ആയിരുന്നു, നല്ലപോലെ യോഗ ചെയ്യുന്ന ഒരാളാണ്, നല്ല ഭക്ഷണം കഴിക്കുന്ന ആള്, ഭക്ഷണം എല്ലാം നിയന്ത്രിക്കുന്ന ഒരാളാണ്. പക്ഷേ ആൾക്ക് ജീവിതത്തിൽ അമിതമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ആൾക്ക് എന്തു വന്നു? മലാശയത്തിൽ ക്യാൻസർ വന്നു. പാരമ്പര്യമായിട്ട് ക്യാൻസർ ഒന്നുമില്ല, പക്ഷെ മലാശയത്തിൽ ക്യാൻസർ വന്നു. അതിൻ്റെ മൂലകാരണം ഡോക്ടർമാർ അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞത് എന്താ? സ്ട്രെസ്സാണ്. കാരണം എന്താ? സ്ട്രെസ് വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന 2 ഹോർമോൺസ് ആണ് കോർട്ടിസോളും അഡ്രിനാലിനും. ഇത് രണ്ടും നിങ്ങളുടെ ശരീരത്തിൽ കുറേ പ്രോട്ടീൻസ് ഉള്ളിലുണ്ട്. ഈ പ്രോട്ടീൻസ് ഉള്ളിലുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്യാൻസർ ബേസിക്കലി വരാത്തത്. അവർ ബേസിക്കലി തടഞ്ഞു വെച്ചിരിക്കുക. ഈ ഹോർമോണുകൾ ചെല്ലുമ്പോൾ ആ പ്രോട്ടീൻസിനെ നശിപ്പിക്കും. എന്ത് വരാൻ ചാൻസ് ഉണ്ട്? ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഉറക്കം. നോക്കിക്കോ, ഉറക്കം വരുമ്പോൾ അല്ലെങ്കിൽ ഉറക്കത്തിൽ നമുക്ക് വരുന്നൊരു ഹോർമോണാണ് മെലാറ്റോണിൻ. ആ മെലാറ്റോണിൻ ബേസിക്കലി ഹെൽപ്സ് ഇൻ ഫൈറ്റിംഗ് ക്യാൻസർ. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ മെലറ്റോണിൻ സഹായിക്കും. ഉറക്കക്കുറവും അമിതമായ സമ്മർദ്ദം ഉണ്ടെങ്കിൽ എന്ത് വരാൻ ചാൻസ് ഉണ്ട്? മനസ്സിലായല്ലോ? പക്ഷെ എല്ലാവർക്കും വരുമോ? പുക വലിക്കുന്ന എല്ലാവർക്കും ക്യാൻസർ ഉണ്ടോ? പക്ഷെ വന്നവരുണ്ടോ? സെയിം അത് തന്നെയാണ് ഇവിടെയും. സമ്മർദ്ദവും ഉറക്കക്കുറവും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ 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 കൂടുതലാണ്. അപ്പം നമ്മൾ എന്താവണം? നമ്മൾ സ്ട്രെസ് ഫ്രീ ആവണം. നമ്മൾ എന്താവണം? സ്ട്രെസ് ഫ്രീ ആവണം. അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം. അതിനുള്ള മാർഗം ഞാൻ കണ്ടെത്തി. നിങ്ങൾ കണ്ടെത്തിയോ? ഏതാണ് ആ മാർഗം? RCM. ഒരു ചെറിയ ഉദാഹരണം. റമി സാറേ പ്ലീസ് കം. ഒരു നല്ല ഗൈഡ് റമി സാറിന് കൊടുക്കാം. എത്ര വയസ്സായി? 28 വയസ്സ്. എത്ര വരുമാനം കിട്ടുന്നുണ്ട് ഒരു മാസം? ഏകദേശം 60,000-ന് മുകളിൽ. 60,000-ന് മുകളിൽ വരുമാനം. ഓക്കെ. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ? 6 വർഷമായിട്ട് ഒരു പാരസെറ്റമോളിൻ്റെ ഗുളിക പോലും കഴിച്ചിട്ടില്ല. വെരി ഗുഡ്. അമിതമായിട്ട് സമ്മർദ്ദം വല്ലതും ഉണ്ടോ? RCMൽ സമ്മർദ്ദം ഒന്നും ഇല്ലല്ലോ. അതായത് ബോസ് അങ്ങനെ ഇന്നത് ചെയ്യണം, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം, ഇന്ന സ്ഥലത്ത് അവിടെ പോകണം എന്ന് പറയാൻ ആരെങ്കിലും? അങ്ങനെ ആരുമില്ല നമ്മളെ നിയന്ത്രിക്കുക. അപ്പൊ എന്നും എണീറ്റ് ജോലി ചെയ്യാനുള്ള ഉന്മേഷം എന്താണ്? എഴുന്നേറ്റ് ജോലി ചെയ്യാനുള്ള ഉന്മേഷം എന്താണ് എന്ന് വെച്ചാൽ RCM ചെയ്യുക, ആളുകളോട് സംസാരിക്കുക വെച്ചാൽ നമുക്ക് തന്നെ സന്തോഷമാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഹലോ, താങ്ക് യു. ഇത് ഞാൻ ചെറിയ ഉദാഹരണം. ആളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ, കണ്ടില്ലേ, സ്റ്റക്കായി നിൽക്കായിരുന്നു. ഞാൻ പറഞ്ഞത് ഇതാണ് ബേസിക്കലി RCMൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എന്താണ്? സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഒരു പ്രശ്നം കൂടിയാണ്. ഹലോ, നമ്മൾ ആ ഇഷ്ടം നമ്മൾ ഒഴിവുള്ള സമയത്ത് എന്താ ചെയ്യുക? ഇഷ്ടമുള്ളത് ചെയ്യും. ആണോ? അല്ലേ? ചിലർ ഉറങ്ങും, നമ്മുടെ ആക്ഷനെ കാണിച്ച് ഉറങ്ങുന്നത്. ചിലവരെന്ത് ചെയ്യും? TV കാണും, സീരിയൽ കാണും, അല്ലേ? നമ്മൾ ഒഴിവുള്ള സമയത്തും RCM ചെയ്യുന്ന ഒരു സാഹചര്യം വരണം. ഹലോ, അത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സമയം വരും. അപ്പോൾ പിന്നെ നമ്മൾ ഒഴിവുള്ള സമയമൊന്നും അല്ലാത്ത സമയമൊന്നും ഒന്നും ഉണ്ടാവില്ല. 100% നമ്മൾ RCMലാവും. എൻ്റെ അച്ഛൻ അതുപോലൊരു വ്യക്തിയാണ്. ഏത് പാതിരാത്രിക്കും വിളിച്ചു ചോദിച്ചാൽ ആള് റെഡി ആയിരിക്കും ഉത്തരം തരാൻ. എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം. RCMനെ പറ്റി പഠിക്കാൻ ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 100-150 പേര് അറ്റൻഡ് ചെയ്യുന്ന യൂഷ്വലി സൂം മീറ്റിംഗ്, അതിലൊരാൾ എൻ്റെ അച്ഛനായിരിക്കും. ഹലോ, അതിലെൻ്റെ അച്ഛനുണ്ടാവും. വേറെ പേരിലാ കയറാ, അല്ലെങ്കിൽ വിളിക്കും, കയറും.
ഏത് തിരക്കിലാണെങ്കിലും ലാപ്ടോപ്പിൽ അത് കയറി ഓൺ ചെയ്ത് വെക്കും. എന്നിട്ട് ഫോണൊക്കെ ഉണ്ടാവും, കോളുകളൊക്കെ ഉണ്ടാവും, മാറ്റി വെച്ച് എന്നിട്ട് അതിൻ്റെ അഭിപ്രായം അമ്മയായിട്ട് ഷെയർ ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഏത് ലെവലിൽ നിൽക്കുന്നൊരു മനുഷ്യനാ. ഈ മീറ്റിംഗ് കേൾക്കേണ്ട എല്ലാ കാര്യമുണ്ടോ? ഉണ്ടോ? പക്ഷേ അത് ചെയ്യുന്നു വേറൊന്നുമല്ല, അത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് ചെയ്തു പോകും. അതുപോലെ നമ്മളാവണം എന്ത്, ആ ഒരു ലെവലിലോട്ട് നമ്മൾ എത്താൻ കഴിയണം. വളരെയധികം സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ബേസിക്കലി ഡയറക്റ്റ് സെല്ലിംഗ്. അതിൽ തന്നെ നമ്പർ 1 പ്രസ്ഥാനമാണ് RCM. അത് മനസ്സിലാക്കാം. അപ്പം നിങ്ങളുടെ സ്ട്രെസ്, നിങ്ങളുടെ സങ്കടങ്ങൾ ഇവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. 10 കൊല്ലം കഴിയുമ്പോൾ മനോഹരമായ റിട്ടേൺസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. അതാണ് സന്തോഷം. ഇവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ സമ്മർദ്ദവും നിങ്ങളുടെ സങ്കടവും ഇവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇതുപോലുള്ള മീറ്റിംഗ് ഹാളിൽ വരിക. കൈയടിക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? കൈയടിക്കണം. ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കണം. ഇതാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ സ്ട്രെസ് ഫ്രീ ഓട്ടോമാറ്റിക്കലി ആയി. ആണോ? യെസ്. അതിന് സഹായിക്കും ഈ പ്രസ്ഥാനം. നിങ്ങളുടെ മക്കള്, എൻ്റെ പ്രായത്തിലുള്ളവരുടെ കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്നെങ്കിൽ സമ്മർദ്ദത്തിൽ അല്ലെങ്കിൽ സങ്കടത്തിൽ. ഇത് രണ്ടിലുമാണ് ഇന്നത്തെ തലമുറ. അവരെ പിടിച്ചു കയറ്റാൻ, അവരെ ഒരു ലൈഫ്, അവർക്കൊരു വിഷൻ, അവർക്കൊരു ഗോള് കൊടുക്കാൻ ഒരു അടിപൊളി പ്രസ്ഥാനമാണ്. കാരണം ഞാൻ വന്നു ഇന്ന്, ശരിക്കും പറഞ്ഞാൽ RCMൽ ഞാൻ വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ലക്ഷ്യബോധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ, ഏകദേശം 1 കൊല്ലത്തോളമായി RCMന് നല്ല ഡെപ്തിൽ പഠിച്ചു. ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് വ്യക്തമായ പ്ലാനിങ്സ് ഉണ്ട്. ഹലോ, വ്യക്തമായ പ്ലാനിങ്സ് നിങ്ങൾക്കും വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇതിൽ സീരിയസ് ആവും. പിന്നെ നിങ്ങൾ ഒഴിവ് സമയത്തും RCM ചെയ്യുന്ന ഒരു സാഹചര്യം വരും. റെഡി ആണല്ലോ? അപ്പോൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് യുവർ ടൈം ഹിയർ. റെഡി? അതിനെപ്പറ്റി ഞാൻ പറയും. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, സ്ട്രെസ്. അടുത്ത മെയിൻ പ്രശ്നമാണ്, ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്, എന്ത്? നോ എക്സസൈസ്. വ്യായാമം ചെയ്യുന്ന എത്ര പേരുണ്ട്? സെയിം അല്ലേ? വ്യായാമം ചെയ്യുന്ന ആൾക്കാർ ഒരു 5% ഉള്ളൂ. നിങ്ങൾ ആലോചിക്കുക, എന്ത് ജോലി തിരക്കാവട്ടെ, എന്ത് ഓട്ടം ആയിക്കോട്ടെ, പല്ല് തേക്കാൻ മറക്കോ? പല്ല് തേക്കാൻ മറക്കോ? ഇല്ല. അതുപോലെ ആവണം എന്ത്? വ്യായാമം ചെയ്യുന്നു. കാരണം എക്സസൈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ പേശികൾ, എസ്പെഷ്യലി മുട്ടിലുള്ള പേശികൾ, അത് വളരെ സ്ട്രോങ് ജോയിൻ്റാ ആണല്ലോ. ഈ മുട്ടെന്ന് പറഞ്ഞ ഒരു ജോയിൻ്റാ അല്ലേ? ഇതും ഒരു ജോയിൻ്റാ അല്ലേ? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മുടെ ശരീരത്തിനെ താങ്ങി നിർത്തുന്നത് ആരാ? മുട്ടാണ്. ഇന്ന് നിങ്ങൾ ഓർത്തോ വിഭാഗത്തിന് അടുത്തുള്ള താലൂക്ക് ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രി പോവാ, എന്താ അവിടെ ഇഷ്ടം പോലെ പേഷ്യൻസ് എവിടെ ഉണ്ടാവും? ഓർത്തോ വാർഡിന് മുന്നിലുണ്ടാവും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? നമുക്ക് എസ്പെഷ്യലി സ്ത്രീകൾക്ക് ഒരു മനോഹരമായ ഹോർമോൺ അവരുടെ ശരീരത്തിലുണ്ട്. എന്താണ് ആ ഹോർമോണിന്റെ പേര്? ഈസ്ട്രോജൻ. കേട്ടിട്ടുണ്ടോ? യെസ്. ആ ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ മസിൽസ്, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ തരം പേശികളെയും അത് സംരക്ഷിക്കും. അതിൽ നീർക്കെട്ട് വന്നാൽ അതില്ലാണ്ടാക്കും, അതിൻ്റെ വേദന വന്നാൽ അതില്ലാണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ ജോയിൻറ്റുകളെ അത് വളരെയധികം സംരക്ഷിക്കും. ഇൻഫ്ലമേഷൻ, ഡാമേജ് എല്ലാത്തിനെയും ആര് സഹായിക്കും? ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ. എന്തിന്? നമ്മുടെ ഹാർട്ടിലുള്ള മസിൽസിന് വരെ ഈസ്ട്രജൻ സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് ലേഡീസിന്, എസ്പെഷ്യലി സ്ത്രീകൾക്ക് ആർക്ക് എന്തുണ്ടാവില്ല? ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വളരെ കുറവായിരിക്കും. പുരുഷന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, കാർഡിയോളജി വിഭാഗത്തിൽ പോവുക, ഏറ്റവും കൂടുതൽ ഹാർട്ട് പേഷ്യൻസ് പുരുഷന്മാരായിരിക്കും. ന്യൂറോളജി വിഭാഗത്തിൽ പോവുക, ഏറ്റവും കൂടുതൽ രോഗികൾ പുരുഷന്മാരായിരിക്കും. സ്ത്രീകളോ ഒന്ന് ഗൈനക്കോളജി വിഭാഗം അല്ലെങ്കിൽ ഓർത്തോ വിഭാഗം. അപ്പോൾ ഇതിന് മേജർ റീസൺ ഈ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ വളരെ പ്രൊട്ടക്റ്റീവാണ് ആണല്ലോ. ഒരു 40-50 വയസ്സ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? മെനോപോസ്, ആർത്തവ വിരാമം അല്ലേ? അതിൻ്റെ ഭാഗമായിട്ട് ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവും. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം സംരക്ഷിച്ചുകൊണ്ടിരുന്ന ജോലിയെല്ലാം നിന്നുപോകും അല്ലേ? അതിൻ്റെ ഭാഗമായിട്ട് നോക്കിക്കോ, ദർ ഈസ് 2-fold ഹയർ ഒക്കറൻസ് ഓഫ് നീ OA, അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലത്തെ അസുഖങ്ങൾ സ്ത്രീകൾക്ക് വരാൻ 2 ഇരട്ടി കൂടുതൽ ചാൻസസ് ഉണ്ട്. കാരണം എന്താ? ഈ ഈസ്ട്രജൻ പോയി, നിങ്ങൾ പേശികളുടെ ബലം കൊടുക്കുന്ന ഹോർമോൺ പോയി. അപ്പോൾ ഇനി നമ്മൾ ആര് ബലം കൊടുക്കണം?
നമ്മൾ ചെയ്യണം. നമ്മുടെ ശരീരത്തെ എല്ലാ പേശികളെയും നമ്മൾ എന്ത് ചെയ്യണം? ബലം കൊടുത്ത് തുടങ്ങണം. ഏത് വയസ്സാകുമ്പോൾ? ഒരു 40-50 വയസ്സാകുമ്പോൾ നിങ്ങളുടെ പേശികളിൽ പല തോൾ വേദന വരും, നടുവേദന വരും, ഇടുപ്പ് വേദനയൊക്കെ വരും. അപ്പം നമ്മൾ മനസ്സിലാക്കുക എന്ത്? ഹോർമോൺ പണി നിർത്തി തുടങ്ങി. ഇനി ആര് പണി തുടങ്ങണം? നമ്മൾ പണി തുടങ്ങണം. റെഡിയാണോ? യെസ്. എന്നാൽ ആ ഒരു പ്രായം എത്തിയിട്ട് മാത്രം ചെയ്താൽ മതിയോ? പോരാ. നമ്മൾ ഒരു ഡെയിലി റുട്ടീൻ പോലെ നമ്മൾ എക്സസൈസ് ചെയ്യുക. അതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി എക്സസൈസ് ആണ് ഇതുപോലെ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത്. വളരെ സിമ്പിൾ. മഴ പേടിക്കണ്ട, വെയിൽ പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. വീട്ടിലുള്ള കോണിപ്പടി കയറി അങ്ങ് ഇറങ്ങാം. ചെയ്യാലോ. മുട്ടുവേദന ഉള്ളവർക്ക് ഞാൻ വേറെ വഴി പറഞ്ഞുതരാം. മുട്ടുവേദന ഇല്ലാത്തവരുണ്ടല്ലോ, അവർക്കിത് ചെയ്യണം. ചെയ്തേ പറ്റൂ. അല്ലെങ്കിലോ നിങ്ങൾ നടക്കാൻ പോകുന്നവരാണെങ്കിൽ നടന്നോ, കുഴപ്പമില്ല. നടക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ അത് നിന്ന്. ഹലോ. പിന്നെയോ നീന്താൻ പോകുന്നവരുണ്ടാവും. ഓക്കെ, ഫൈൻ. എന്തെങ്കിലും ചെയ്യുക. ഒന്നും ചെയ്യാത്തൊരു മിനിമം ഇതെങ്കിലും ചെയ്യോ? ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലോവർ മസിൽസ് സ്ട്രോങ് ആവും. രക്തയോട്ടം തിരിച്ച് ഹാർട്ടിലോട്ടുള്ളത് കൂടും. നിങ്ങളുടെ മസിൽസ് സ്ട്രോങ് ആവും. വെരിക്കോസ് പോലത്തുള്ള പ്രശ്നങ്ങൾ ബേസിക്കലി വരാൻ കാരണം ഈ പേശികൾ വീക്കായോണ്ടാ. അതിനെ സ്ട്രെങ്ത് കൂട്ടാൻ ഈ എക്സസൈസ് സഹായിക്കും. റെഡി? അപ്പം മുട്ടുവേദനയും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? സ്റ്റെപ്പ് കയറി ഇറങ്ങുക. ഇനി മുട്ടുവേദന ഉള്ളവരോ, നമുക്കൊരു അടിപൊളി മരുന്നുണ്ട്. ഇതൊരു അടിപൊളി സപ്ലിമെന്റ് ആണ്, ന്യൂട്രിചാർജ് BJ. എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്? യെസ്. എന്താണ് ന്യൂട്രിചാർജ് BJയിൽ ഉള്ളത്? ന്യൂട്രിചാർജ് BJയിൽ നമുക്ക് ഈ കാർട്ടിലേജിന് നമ്മുടെ നീ ജോയിന്റിലുള്ള കാർട്ടിലേജിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും കൃത്യമായിട്ടുള്ള ഒരു പാക്കേജാണ് ന്യൂട്രിചാർജ് BJ. അത് ഈ അടുത്ത് സാറേ ഞാൻ രസകരമായിട്ട് കണ്ടൊരു കാര്യം. ഞങ്ങൾ പഠിക്കുന്ന ഓർത്തോ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഓർത്തോ മെഡിക്കൽ കോളേജിൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഓർത്തോ ടെക്സ്റ്റിലുണ്ട് കോൺട്രോ പ്രൊട്ടക്റ്റീവ് ഏജൻസ്. അതിൽ വരുന്നതാണ് ഗ്ലൂക്കോസമീൻ. ഈ ഗ്ലൂക്കോസമീൻ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ന്യൂട്രിചാർജ്. ഹലോ. വളരെയധികം നമ്മുടെ കാർട്ടിലേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഈ ഗ്ലൂക്കോസമീൻ. ഇത് അടങ്ങിയതാണ് എന്ത്? നമ്മുടെ BJ. അതുപോലെ തന്നെ പല വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ K27, വൈറ്റമിൻ D, ട്രേസ് എലമെന്റ്സ്, മാംഗനീസ്, ബോറോൺ, കോപ്പർ, കാൽഷ്യം, വിറ്റമിൻ D തുടങ്ങിയ ഒരു വലിയ നമ്മുടെ മുട്ടിനും നമ്മുടെ കാർട്ടിലേജിനും ആവശ്യമുള്ള എല്ലാ പോഷകവും കൃത്യമായിട്ട് പാക്ഡ് ആണ്. ഏത്? ന്യൂട്രിചാർജ് BJ. എന്നാൽ ഇത് മാത്രം കഴിച്ചാൽ മതിയോ? പലരും ഇത് മാത്രമേ കഴിക്കുള്ളൂ. അതാണ് പ്രശ്നം. അത് മാത്രം കഴിച്ചാൽ പോരാ. നിങ്ങളുടെ നീ സ്ട്രെങ്തൻ ചെയ്യുന്ന ഇതുപോലത്തെ കുറച്ച് വ്യായാമങ്ങൾ കൂടി ചെയ്യണം. എന്താണ് നീ സ്ട്രെങ്ത്? കടന്നിട്ട് ഇതുപോലെ കാല് പൊക്ക മടക്ക, കടന്നിട്ട്. അതുപോലെ ഇരുന്നിട്ട് കാല് പൊക്ക മടക്ക. അതുപോലെ തന്നെ മതിൽ ഇങ്ങനെ ചാരി നിൽക്കുക, മുട്ട് മടക്കിയിട്ട്. ഇങ്ങനത്തെ കുറച്ച് എക്സസൈസ്. ഇത് സ്റ്റെപ്പാണ്. ഒരു സ്റ്റെപ്പ് കയറാ ഇറങ്ങാം, ഒരു സ്റ്റെപ്പ് കയറാ ഇറങ്ങാം. ഇങ്ങനത്തെ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ഈ പേശികളുടെ ബലം കൂടും. ഇത് ഈ ജോയിന്റിന് ആവശ്യമുള്ള പോഷകം കഴിക്കുന്നു, പേശികൾക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കഴിക്കുന്നു. പ്രശ്നം മാറും. നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ ഇതിനെ ഒഴിവാക്കാൻ പറ്റും. പക്ഷെ എന്ത്? ഇൻവെസ്റ്റ് ചെയ്യണം. എവിടെ? ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഹലോ. ഇൻവെസ്റ്റ് ചെയ്യണം. പൈസയല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എക്സസൈസ് പറഞ്ഞാൽ എന്തെങ്കിലും കാശ് കൊടുത്ത് ചെയ്യേണ്ട സാധനമാണോ? അല്ല. നമ്മൾ അറിഞ്ഞ് ഇതിന് ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം നാളെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ പാടില്ല. ഹലോ. അപ്പോൾ അതിൻ്റെ റിട്ടേൺസ് 5-10 കൊല്ലം കഴിയുമ്പോൾ കിട്ടും. ഇതെല്ലാം ബേസിക്കലി എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആണ്. റെഡിയാണോ? ഇൻവെസ്റ്റ് ചെയ്യില്ലേ? യെസ്, എവ്രി വൺ ഷുഡ് ഇൻവെസ്റ്റ്. അപ്പോൾ ഇതാണ് എക്സസൈസ്. അടുത്തത് നമ്മുടെ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ. അതെല്ലാവർക്കും അറിയാം. മോശമായ ആഹാരം മോശമായ എണ്ണയിൽ ഉണ്ടാക്കുന്നു. ആ കഥകളൊക്കെ നമുക്ക് എല്ലാ ദിവസവും കൃത്യമായിട്ട് പണ്ടൊക്കെ ഞാൻ സാർ അടിപൊളിയായിട്ട് പറയാറുണ്ട്, ഇപ്പോഴും പറയാറുണ്ട് അല്ലേ? മോശമായ എണ്ണയുടെ കാര്യം അറിയില്ലേ? ഓക്കെ, അതും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഇനി അതുപോലെ തന്നെ അഡിക്ഷൻ, ചിലവർക്കുള്ള ദുശീലങ്ങൾ. ഹലോ, മനസ്സിലായില്ല എന്താന്ന്? കട്ടൻ. ഇപ്പൊ കുറെ പേര് മനസ്സിലായി, ചിരി വന്നു. അഡൾട്രേഷൻ, മായം, ഭക്ഷ്യവസ്തുക്കളിലെ മായം. ഇതും ഇന്ന് കൂടി വരികയാണ്. നമ്മൾ ഈ എണ്ണയുടെ കാര്യം പറഞ്ഞു. ഈ എണ്ണയുടെ പ്രശ്നം എന്താ?
വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ കണ്ടിട്ട്. അടിപൊളി ചിപ്സ് അല്ലേ. ഈ എണ്ണയുടെ പ്രശ്നം എന്താ? ഒന്നാമത് എണ്ണ ലോ ക്വാളിറ്റി ആയിരിക്കും. അത് വിട്ടേക്ക്, ഏതൊരു എണ്ണ നല്ല ക്വാളിറ്റിയാണെന്ന് സങ്കല്പിക്കുക. ഈ എണ്ണ ഇവരെങ്ങനെ യൂസ് ചെയ്യണേ? എണ്ണ ഇങ്ങനെ കിടന്ന് തിളച്ചോണ്ടിരിക്കുക. അത് തീർന്നു കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കും, അതും കിടന്ന് തിളയ്ക്കും, തീർന്നു കഴിയുമ്പോൾ വീണ്ടും ഒഴിക്കും അല്ലേ. അങ്ങനെ വരുമ്പോൾ വീണ്ടും വീണ്ടും ചൂടാക്കുന്നു, വീണ്ടും വീണ്ടും തിളപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ എണ്ണയിൽ ധാരാളം ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും, ധാരാളം ആൽഡിഹൈഡ്സ് ഉണ്ടാവും, കുറേ അധികം കെമിക്കൽസ് അതിലുണ്ടാവും. അത് ഏത് നല്ല എണ്ണയാണെങ്കിലും അതാ അവസ്ഥ. ഓക്കെ, ഇനി ചില ലോ ക്വാളിറ്റി എണ്ണയുണ്ട്, ഹൈഡ്രോജിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽസ്. കേട്ടിട്ടുണ്ടോ ഇത്? ഇതാണ് ബേസിക്കലി ട്രാൻസ് ഫാറ്റ് ആവുന്നത്. ട്രാൻസ് ഫാറ്റ് അറിയണമെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ ചില സ്ഥലത്ത് ബിരിയാണി കഴിച്ചിട്ടേ വരുമ്പോൾ കൈ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ഈ കല്യാണത്തിനൊക്കെ പോയിട്ട് വരുമ്പോൾ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അല്ലേ. അത് ബേസിക്കലി ട്രാൻസ് ഫാറ്റ് ആണ്. എന്താണ് അത്? ട്രാൻസ് ഫാറ്റ് അടങ്ങിയ എണ്ണയാണ്, ഹൈഡ്രോജിനേറ്റഡ് ആണ്. നമ്മളെ തവിട് എണ്ണയിൽ ഉണ്ടാക്കിയ ബിരിയാണി കഴിക്കുക, ആ പൈപ്പിൻ്റെ ചവിട്ടി പോയിട്ട് ഒന്ന് കഴുകി തിരുമ്മി കഴിഞ്ഞാൽ പിന്നെ സോപ്പ് ഇടേണ്ട ആവശ്യം വരില്ല. ഹലോ, അത്രയ്ക്ക് അടിപൊളി എണ്ണയാണ് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ. അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ എണ്ണ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന എണ്ണ, ഇത് ഉള്ളിൽ ചെന്നാലും ഒട്ടിപ്പിടിക്കും, രക്തക്കുഴലിൽ ഒട്ടിപ്പിടിക്കും, ട്രാൻസ് ഫാറ്റ് അടങ്ങിയ എണ്ണ. ഇനി ഇത് രണ്ടും നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് ഒരേ പ്രവണതയാണ്. എന്താണ്? ഓക്സിഡേറ്റീവ് സ്ട്രെസ്. അത് നമ്മുടെ ശരീരത്തിൽ കൂട്ടും, പല അവയവങ്ങൾക്ക് അത് കേടുപാടുണ്ടാക്കും. കിഡ്നിയിലുണ്ടാക്കും, ലങ്സിലുണ്ടാക്കും, ജോയിൻസിലുണ്ടാക്കും, ബ്രെയിനിലുണ്ടാക്കും, കുറേ പ്രശ്നങ്ങളുണ്ടാക്കും. ഒറ്റ മൂലകാരണം ആരാ? എണ്ണ അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ എണ്ണയിൽ ഉണ്ടാക്കുക, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുക. റെഡിയാണോ? ഇൻവെസ്റ്റ് ചെയ്യണം. ഹലോ, ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാ ഇത് അടുത്തൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇങ്ങനെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്താലേ 10-15 വർഷം കഴിയുമ്പോൾ ഇതുപോലെ വന്ന് ഇവിടെ ഡയമണ്ട് പിന്നൊക്കെ മേടിക്കാനുള്ളവരാണ്. ഹലോ, ഓടിച്ചാടി വരാനുള്ളവരാണ്. അല്ലാണ്ട് ഇവിടെ വീൽ ചെയറിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഹലോ, സോറി. അപ്പം ഇത് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ നല്ല കോശങ്ങളെയൊക്കെ ഇത് നശിപ്പിക്കും. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രവണത നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കാൻ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ആൻറ്റി ഓക്സിഡൻറ്റുകളെ ആഡ് ചെയ്യണം. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള അടിപൊളി ആൻറ്റി ഓക്സിഡൻറ്റിൽ ഒന്നാണ് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ. 3 തരം ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതാണ് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ. നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? തവിടെണ്ണ. വാവ്, സൂപ്പർ. 100%. എഗെയിൻ 100%. നോക്കുക, റൈസ് ബ്രാൻ ഓയിലിന് എന്തൊക്കെ സവിശേഷതകളുണ്ട്, ഇഷ്ടം പോലെ പറയാനുണ്ട്. ഇതിനെപ്പറ്റി തന്നെ ഒരു ദിവസം വേണം. സമയക്കുറവ് കാരണം ഞാൻ വളരെ സ്പീഡിൽ പറയാം. നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും, ആൻറ്റി ഓക്സിഡൻ്റ് എഫക്റ്റുകളുണ്ട്, ആൻറ്റി ഡയബറ്റിക് എഫക്റ്റ് ഉണ്ട്, ബ്ലഡ് ഷുഗർ ലെവലിൽ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി, നീർക്കെട്ടുകളെ കുറയ്ക്കാൻ ഈ എണ്ണയിലുള്ള ആര് സഹായിക്കും? ഒറൈസനോൾ സഹായിക്കും. ഹലോ, ഒറൈസനോൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഞാൻ സിമ്പിൾ ചോദ്യം ചോദിക്കാം. ഈ എണ്ണയുടെ ഗുണം അറിഞ്ഞിട്ട് എണ്ണ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? 100% ആൾക്കാരുണ്ട്. ഓക്കെ, കൈതാഴ്ത്ത്. ഒറൈസനോൾ എന്ന് പറഞ്ഞ സാധനം അറിയാവുന്ന എത്ര പേരുണ്ട്? ഒറൈസനോൾ. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ഗുണം അറിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്? അത് ആകെ 5-10 പേരേ ഉള്ളൂ. നോക്കൂ, ഈ എണ്ണയ്ക്ക് ഈ ഗുണം തരുന്നത് ഒറൈസനോൾ എന്ന് പറയുന്ന ന്യൂട്രിയൻ്റ് ആണ്. ഒറൈസനോൾ, ഒറൈസനോൾ അതാണ് നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ കമ്പനി എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്, ഗാമ ഒറൈസനോൾ. ഇത് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? അതും ഏകദേശം 90% യൂസ് ചെയ്യുന്നുണ്ട്. നോക്കുക, ഈ എണ്ണയുടെ ഈ ഗുണം എല്ലാം തരുന്നത് ഈ ഒറൈസനോൾ ആണ്. ഈ ഒറൈസനോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആ കേടായ കോശങ്ങളെ തിരിച്ചു കൊണ്ടുവരാനും അതുപോലെ തന്നെ ശരീരത്തിലുള്ള കോശങ്ങളെ കേടാവാതെ സൂക്ഷിക്കാനും സഹായിക്കുന്നതാണ് ആൻറ്റി ഓക്സിഡൻറ്റ്. അപ്പം ഇതുപോലൊരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പല രാജ്യങ്ങളിൽ ഇത് മരുന്നാണ്, പലയിടത്തും ഇത് മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത്. പല ഡോക്ടേഴ്സും ഇത് പല ഇഷ്യൂസിനെ റെക്കമെൻഡ് ചെയ്യുന്നു. ഇത് ഈ ഡോക്ടർ പറയുന്നു ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ സഹായിക്കും, ഷുഗർ. കാരണം എന്താ? അത് ഇൻസുലിൻ്റെ പവർ കൂട്ടാൻ സഹായിക്കും, ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ ആര് സഹായിക്കും? ഒറൈസനോൾ സഹായിക്കും. അതുപോലെ തന്നെ തൈറോയിഡിന് വളരെ നല്ലതാണെന്നൊരു ഡോക്ടർ പറയുന്നുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം,
കാരണം എന്താ, അത് TSHന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ സൂപ്പർ ആന്റി ഓക്സിഡന്റ് ആണ്, ഒരു അടിപൊളി ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ക്യാൻസറസ് ആണ്. കണ്ടോ, ക്യാൻസർ വരെ പ്രതിരോധിക്കാൻ ആര് സഹായിക്കും? ഈ എണ്ണയിലടങ്ങിയ ഒറൈസനോൾ സഹായിക്കും. അപ്പൊ ഇപ്പോൾ ഒറൈസനോളിനെ പറ്റി എത്ര പേർക്ക് അറിയാം? യെസ്, നിങ്ങൾ ഇത് വേണം പറഞ്ഞു കൊടുക്കാൻ. മറ്റുള്ളവരോട് പറയുമ്പോൾ എന്ത് പറയണം? തവിടെണ്ണ നല്ലതാ, കൊളസ്ട്രോൾ കുറയ്ക്കുന്നു പറഞ്ഞാൽ ആരും മേടിക്കില്ല. ഹലോ, പറഞ്ഞു കൊടുക്കണം. ഒറൈസനോളിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കണം. ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, നമ്മുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കും, നമ്മുടെ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ സഹായിക്കും, TSHന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. റെഡി? ഇതുപോലത്തുള്ള എണ്ണ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഹലോ, ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അല്ലയോ? യെസ്. ഒരു നല്ലൊരു കൈയടി ഹെൽത്ത് കാർഡിന് കൊടുക്കണം. നിങ്ങൾ അറിഞ്ഞോ അല്ലാതെയോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ആണോ അല്ലയോ? യെസ്. അപ്പം ഇതും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്കാതെ അഡൾട്രേഷൻ, ഞാൻ പറഞ്ഞു മായം കലർന്ന ഭക്ഷണങ്ങൾ ഇന്ന് കൂടി വരിക. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ പിടിച്ചതാണ് കോൾഗേറ്റ് പേസ്റ്റ്, ഫേക്ക് കോൾഗേറ്റ് പേസ്റ്റുകൾ പിടിച്ചെടുത്തു. അതുപോലെ തന്നെ ഫേക്ക് ഗീ, നെയ്യ് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയത്, കഴിഞ്ഞ കൊല്ലത്തെ ന്യൂസാണ് ഈ കാണിക്കുന്നത്. ഇതെല്ലാം കൊല്ലം ഇങ്ങനെ വന്നും പോവുകയും ചെയ്യും. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താണ് ആ മാർഗം? രക്ഷപ്പെടാൻ ചെറിയൊരു മാർഗം, അതാണ് RCM. ഹലോ, അതേ ഉള്ളൂ മാർഗം. ഈ പറഞ്ഞ മായം കലർന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 100% എന്താവാ? RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. യാതൊരുവിധ മായം കലരാത്ത നല്ല ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങളാണ് RCMനുള്ളത്. ഓക്കെ, അപ്പം ഡസ് RCM ഓഫർ യു ഹെൽത്ത്? ആരോഗ്യപരമായ നേട്ടം കിട്ടിയിട്ടുള്ളവരൊന്ന് കൈ പൊക്കിക്കുക. RCMന്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട് നോക്കൂ. കൈ പൊക്കാത്തവർ നോക്കുക, ചുറ്റും നോക്കുക. ഓൾമോസ്റ്റ് 70% ആൾക്കാരും കൈപൊക്കി. ആരോഗ്യദായകമായിട്ട് ഉൽപ്പന്നങ്ങളാണെന്ന് പറഞ്ഞു ആരോഗ്യം കിട്ടിയവരാണ് ഭൂരിഭാഗം ആൾക്കാർ, ആണോ അല്ലയോ? യെസ്. അപ്പം എൻ്റെ മൈൻഡ് സെറ്റ് മാറ്റിയത് RCM വെറും പേസ്റ്റും സോപ്പും മാത്രമല്ല, ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് എൻ്റെ മൈൻഡ് സെറ്റ് മാറ്റിയ 3 ഉൽപ്പന്നങ്ങളാണ്. ഒന്ന് ന്യൂട്രിചാർജ് കിഡ്സ് പിള്ളേർക്ക് കൊടുക്കുന്ന എത്ര പേരുണ്ട്? ഈ കിഡ്സ് പറയും ക്ലിനിക്കലി പ്രൂവൺ ആണ്, ഞാൻ പറയും ക്ലിനിക്കൽ പ്രൂഫ് ഞാനാണെന്ന്. കിഡ്സ് ഇറങ്ങിയ കാലം മുതൽ യൂസ് ചെയ്യുന്ന എനിക്ക് കിട്ടിയ ആദ്യത്തെ നേട്ടം, എൻ്റെ രോഗപ്രതിരോധ ശക്തി ഇംപ്രൂവായി. രണ്ടാമത്തെ നേട്ടം, പൊക്കം നല്ലപോലെ വെച്ചു. ഹലോ, എൻ്റെ അച്ഛനെ കണ്ടവർക്ക് അറിയാം, ആളതാ കുറച്ച് ഷോർട്ടാണ്, എന്നാൽ പോലും പൊക്കം വെക്കാൻ എന്നെ സഹായിച്ചു. കാരണം ഇതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പിള്ളേർക്ക് വളരുന്ന പ്രായത്തിൽ ആവശ്യമുള്ള പ്രോട്ടീൻ കൃത്യമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്താ ഉള്ളത് ഇതിൽ? 10-13 ആയുർവേദ ചേരുവകളുണ്ട്, അല്ലേ? അപ്പം കിഡ്സ് ഇത് ഉപയോഗിച്ചു, എനിക്ക് റിസൾട്ട് കിട്ടി. എൻ്റെ മൈൻഡ് സെറ്റ് മാറ്റിയ ഒരു ഉൽപ്പന്നം ഇതാണ്. പിന്നെ ഞാൻ പലയിടത്തും പറയുന്ന കഥകളിലൊന്നാണ് ഈ പേസ്റ്റ്. ഞാൻ ഹോസ്റ്റലിൽ ഒരു ദിവസം രാവിലെ പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ പറയാറില്ലേ MBBS കഴിയുന്നവരെ ഒരു ഉൽപ്പന്നം പോലും ഞാൻ നല്ലതാന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ആ ദിവസം രാവിലെ പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുത്തൻ വന്ന് എന്നോട് ചോദിക്കുന്നത്, ഈ പേസ്റ്റ് നിനക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഞാൻ പറഞ്ഞു, ഇത് കൊല്ലങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പേസ്റ്റാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഈ പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പല്ലിലുള്ള കറുത്ത കറകളെല്ലാം മാറി. പക്ഷെ പിന്നീട് ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് അന്വേഷിച്ചപ്പോൾ ഈ പേസ്റ്റ് എവിടെയും കിട്ടാനില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഇനിയുള്ള കൊല്ലം ഈ പേസ്റ്റ് ഞാൻ തന്നോളാം. അങ്ങനെ പിന്നീടുള്ള 6 കൊല്ലം ഞാനാണ് ഇവന് പേസ്റ്റ് കൊടുത്തത്. ഹലോ, ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് എന്നോട് ഒരുത്തൻ വന്ന് ചോദിച്ചറിഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചുകൊണ്ട് പോകുന്നത്. അതും എൻ്റെ മൈൻഡ് സെറ്റ് മാറ്റി. ഈ ഉൽപ്പന്നങ്ങളിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെയാണ് അനാർദാന ഗോലി. ഇത് ഞാൻ ഒരുത്തിന് വയറുവേദനയ്ക്ക് വെറുതെ കൊടുത്തതാ. അതിനുശേഷം അവൻ സ്ഥിരമായിട്ട് എൻ്റെ റൂമിലോട്ട് വരും, എന്നും കുശലം പറയാൻ റൂമിലോട്ട് വരും. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം വളരെ കൂടി. ഒട്ടും പരിചയമില്ലാത്തവനായിരുന്നു. അവൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയി. അങ്ങനെ റൂം ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ അലമാര തപ്പുമ്പോൾ ഈ അനാർദാന ഗോലി കാലിയാണ്. ഇവൻ കുശലം പറയാൻ വരുന്നത് ബേസിക്കലി ഇത് തിന്നാൻ വേണ്ടിയിട്ടായിരുന്നു. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ഇത് കഴിച്ചു, അവന് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ മാറി. അതുകൊണ്ട്
സ്ഥിരമായിട്ട് റൂമിൽ വരും. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ സൗഹൃദം കൂടി. ഇതും എൻ്റെ ജീവിതത്തിൽ RCMൻ്റെ എന്താ പറയുക ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളതിൻ്റെ എന്നെ കണ്ണു തുറപ്പിച്ച 3 ഉൽപ്പന്നങ്ങളാണിത്. ഇതിന് ശേഷമാണ് ഞാൻ ബേസിക്കലി RCMന് ഉൽപ്പന്നങ്ങളെ പറ്റി പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ക്യുനുവ യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ക്യുനുവ വളരെ സൂപ്പർ ഫുഡാണ്. എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു ഫുഡാണ് ക്യുനുവ. നമ്മൾ നോൺ വെജിൽ എല്ലാം ടൈപ്പ് പ്രോട്ടീനും കിട്ടും, ചിക്കനിലും മീനിലും മുട്ടയ്ക്കും അല്ലേ. വെജിറ്റേറിയൻകാർക്ക് പ്രോട്ടീനൊന്നും ഇല്ല എന്നാണ് യൂഷ്വലി എല്ലാവരും പറയുക. എന്നാൽ വെജിറ്റേറിയൻകാർക്ക് എല്ലാ അമിനോ ആസിഡും കൂടി പാക്ക് ചെയ്ത് കിട്ടുന്ന ഒന്നാണ് ക്യുനുവ. ഷുഗർ ഉള്ളവർ, ഡയബറ്റീസ് ഉള്ളവർക്കും എന്താ പറയുക തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് അത്രയും കൂട്ടില്ല, ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ മൾട്ടിഗ്രെയിൻ ആട്ട ഞാൻ എല്ലായിടത്തും പറയണതാണ്. ഹൈ പ്രോട്ടീനാണ്, നല്ല ഫൈബർ ഉണ്ട്. ഇതിൽ ഫ്ലാക്സ് സീഡൊക്കെ ഉള്ളതാണ്, omega-3 ഉണ്ട്. വളരെ നല്ല ഓപ്ഷനാണ് എന്ത് മൾട്ടിഗ്രെയിൻ ആട്ട. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓരോ മാർഗ്ഗങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്യുനുവ യൂസ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. മൾട്ടിഗ്രെയിൻ ആട്ട യൂസ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊക്കെ സ്വയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയണത്. പല മാർഗ്ഗങ്ങളുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഓക്കെ, യെസ്. അതുപോലെ തന്നെ പഞ്ചതുളസി, ഇത് ഉപയോഗിക്കുന്ന കുറേ പേരുണ്ടാവുമല്ലോ. യെസ്, ഞാൻ എൻ്റെ ഹോസ്റ്റൽ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ ഒരു ഉൽപ്പന്നമാണിത്, പഞ്ചതുളസിയും കിഡ്സും. ഏറ്റവും ഒരു വൈറൽ ഫീവർ ഞങ്ങളുടെ കോളേജിൽ 23 പേരുള്ളവർക്ക് 18 പേർക്കും വന്നൊരു എന്താ പറയുക അതിതീക്ഷണമായ പനിയായിരുന്നു, വൈറൽ ഫീവറായിരുന്നു. ഇത് വൈറൽ ഫീവറാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം തന്നെ ഞാൻ 3 തുള്ളി ഈ പഞ്ചതുളസി വെള്ളത്തിലിട്ട് കുടിക്കാൻ തുടങ്ങി, കിഡ്സ് കഴിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഞാനാണ്. ഞാൻ എല്ലായിടത്തും പറയാറുള്ളൊരു കാര്യം എന്താ, ഈ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ബൈസ്റ്റാൻഡർ ഞാനായിരുന്നു. ഇവരൊക്കെ ആശുപത്രി വരും, അഡ്മിറ്റ് ആവും, ഒന്ന് പോകുന്ന അടുത്ത ആൾ വരും, ഇവർക്കൊക്കെ സമ്പർക്കമുണ്ട്. പക്ഷേ ഒരു തൊണ്ടവേന പോലും എനിക്ക് വന്നിട്ടില്ല. അതിന് ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു പഞ്ചതുളസി ആൻഡ് ന്യൂട്രിചാർജ് കിഡ്സ്. നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ഉയർത്തി നിൽക്കും. അത് കഴിക്കാനുള്ള കാരണം എനിക്ക് 3 ദിവസം കഴിഞ്ഞ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. അതായിരുന്നു കാരണം ഇവരാരും എഴുതുന്നില്ലല്ലോ പരീക്ഷ. അങ്ങനെ പരീക്ഷ തോറ്റാലും ഫസ്റ്റ് ഞാൻ തന്നെ. ഹലോ, അതുകൊണ്ട് മാത്രം ഞാൻ ഇത് കഴിച്ചു. പക്ഷേ എനിക്ക് പനി വന്നില്ല, പക്ഷേ കഷ്ടപ്പെട്ടു. ഇവരുടെ ഒക്കെ ബൈസ്റ്റാൻഡർ ഞാൻ തന്നെയായിരുന്നു. അപ്പം നല്ല റിസൾട്ട് തരും. പഞ്ചതുളസി ഇൻവെസ്റ്റ് ചെയ്യണം. ഹലോ, യെസ്. അതുപോലെ തന്നെ ന്യൂട്രിചാർജ് വ്യൂ, ഇത് നമ്മുടെ കണ്ണുകളിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഹലോ, അല്ലേ? ഇന്ന് കണ്ണിന് ഒരു കുഴപ്പമുണ്ടാവില്ല, പക്ഷേ 24 മണിക്കൂറും ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മുടെ കണ്ണുകളെ, ഇതൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡൽ വേണം കാണാൻ. കാരണം 5-10 കൊല്ലം കഴിയുമ്പോൾ ഇതൊന്നുമില്ലാന്ന് സങ്കല്പിക്കുക. നിങ്ങൾ എങ്ങനെയായിരുന്നോ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്, അതേ ഒരു ജീവിതം നിങ്ങൾ സങ്കല്പിക്കുക. എവിടെയായിരിക്കും നിങ്ങൾ ആരോഗ്യപരമായിട്ട് ഉണ്ടാവാന്ന് ആലോചിക്കുക, അല്ലേ? പക്ഷേ ഒരു 3-4 കൊല്ലം മുന്നേ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഗുണം കിട്ടിയവരാണ് ഇവിടെ ഭൂരിഭാഗം ആൾക്കാർ. ആണോ അല്ലയോ? യെസ്. അപ്പോൾ ഇനിയുള്ള 10 കൊല്ലത്തേക്കും കൂടി എന്ത് ചെയ്യണം? ശക്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, യെസ്. അതുപോലെ തന്നെ ന്യൂട്രിചാർജ് DHA, അടിപൊളി സാധനം. നമ്മൾ പറയുന്നത് പിള്ളേർക്കാണ്, ഞാൻ പറയുന്നത് പിള്ളേർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ള, വയസ്സായവരും ഒന്നും നോക്കണ്ട, എല്ലാവരും കഴിക്കുക. നമ്മുടെ തലച്ചോറിലുള്ള കൊഴുപ്പാണ് എന്ത് DHA. നല്ല കൊഴുപ്പ്, നമ്മുടെ നാഡീ ഞരമ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്ന കൊഴുപ്പ്. അപ്പം ഇത് എൽഡർലി പീപ്പിളിൽ ഡിമെൻഷ്യ, അൾഷിമേഴ്സ് ഉണ്ട്, പാരമ്പര്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യു സ്റ്റാർട്ട് ടേക്കിംഗ് DHA. അച്ഛനും അമ്മയ്ക്കൊക്കെ അൾഷിമേഴ്സ്, കൈ വരയ്ക്കുന്ന അസുഖമൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക? നിങ്ങളിപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അത് നിങ്ങളെ കുറച്ചും കൂടി എന്താ പറയുക ഹെൽത്തി ആക്കും. അപ്പം യെസ്, ഒരു മാറ്റം അനിവാര്യം. ആണോ അല്ലയോ? ഇൻവെസ്റ്റ് ചെയ്യില്ലേ? ഇത് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. ഇനി ഞാൻ പറയുന്നൊരു കാര്യം, ഇതിപ്പോൾ നിങ്ങൾ ആരോഗ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഇൻവെസ്റ്റ് ഓൺ യുവർ ഹെൽത്ത് ആണല്ലോ. യെസ്. ഇനി RCMൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? RCMൽ എന്താ നിങ്ങൾ ചെയ്യണ്ടേ? ഇൻവെസ്റ്റ് യുവർ ടൈം. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ് യുവർ ടൈം. സമയം എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. പുതിയതായിട്ട് വന്ന എത്ര പേരുണ്ട്? പുതിയതായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. യെസ്, ഐ നോ. നോക്കൂ, 2005 ബാംഗ്ലൂർ ആയിരുന്ന സമയം. ഇനി ഒരു സിനിമ കഥയാണ്. ഓക്കെ, സിനിമ കഥ കേൾക്കാൻ എല്ലാവർക്കും റെഡിയല്ലേ? സിനിമ കഥ ആരാ സിനിമ കഥ പറയാ? സിനിമ കണ്ട ആളാ പറയാ, അല്ലേ?
അപ്പം ഇതൊരു സിനിമയാണ്. റെഡിയാണോ? സിനിമാ കഥ കേൾക്കാൻ റെഡിയാണോ? അപ്പോൾ 2005 കാലഘട്ടം, ഒരു 20 വർഷം ബാക്കിലോട്ട് പോവാം. അപ്പോൾ ഫ്ലാഷ് ബാക്കാണ്. ഓക്കെ, 2005 ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും RCMൻ്റെ ഒരു കട സന്ദർശിക്കാനിടയായി. ആ കടയാണ് ഈ കാണുന്നത്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി ശ്രമിച്ചിട്ടും ഇത്ര ആക്കിയെടുക്കാനേ പറ്റുള്ളൂ. കാരണം ഇതിലും അലമ്പായിരുന്നു ആ കട. എന്തൊക്കെ ടൈപ്പ് ചെയ്തിട്ടാണെന്നറിയോ ഇത്ര എത്തിച്ചത്. പക്ഷേ ഇതിലും പരിതാപകരമായിരുന്നു ആ കട. അന്ന് അച്ഛൻ പറയായിരുന്നു മീറ്റിങ്ങിലൊക്കെ, ഇതൊരു സോപ്പല്ല, ഇതൊരു ഹോപ്പാണ്. ഞാനിങ്ങനെ ആയിരിക്കും, ഇതെന്ത് കോപ്പ്, ഈ സോപ്പിൽ എന്ത് ഹോപ്പ്. പണ്ട് അച്ഛൻ മീറ്റിങ്ങിൽ പറയാറുണ്ട്. അപ്പൊ പുരിയില്ലേ. 2005 ഇത്രയും പരിതാപകരമായിട്ടുള്ളൊരു ഷോപ്പ് കാണാൻ ഇടയുണ്ടായി. നിങ്ങൾക്ക് എന്തായാലും അത്രയ്ക്കും ദാരിദ്ര്യം പിടിച്ച അവസ്ഥയൊന്നും ഇന്നത്തെ സാഹചര്യത്തിലില്ല അല്ലേ? ഈ ഷോപ്പിൽ അച്ഛൻ പോയി മെമ്പർഷിപ്പ് എടുത്ത്, ഈ ഷോപ്പ് കണ്ടുകൊണ്ടാണ് അച്ഛൻ എയർഫോഴ്സിൽ ജോലി വേണ്ടാന്ന് വെച്ച് കേരളത്തിലോട്ട് വന്ന് RCM പണിയാൻ പോകുന്നത്. ഹലോ, അമ്മ എതിർത്ത്, അമ്മയുടെ കുടുംബം എതിർത്ത്, അച്ഛൻ്റെ കുടുംബം എതിർത്ത്, അച്ഛൻ്റെ കൂട്ടുകാരെ എതിർത്ത്, പിന്നെ എനിക്ക് പിന്നെ ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എതിർക്കാനൊന്നും പോയില്ല. പക്ഷേ ആള് തീരുമാനത്തിൽ നിന്ന് വിട്ടില്ല. സത്യം, ഇതിൽ നിങ്ങൾക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഈ ഒരു ഷോപ്പാണ് നിങ്ങൾ ആദ്യമായിട്ട്, അതാണ് RCM, വരൂ, ഇതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് ജോയിൻ ചെയ്യും? ഇവിടെ ജോയിൻ ചെയ്യില്ല, ഒരു എണ്ണെങ്കിലും മേടിക്കുമോ? 2005 പിന്നെ 2006 അച്ഛൻ VRS എടുത്ത് 2007 മുതൽ അച്ഛൻ RCMൽ സജീവമായി. അതിനുശേഷം അച്ഛൻ കേരളത്തിൽ, ഞാനും അമ്മയും ബാംഗ്ലൂരിൽ 2008 വരെ. ദുബായിൽ പോയ ആൾ പോലും ഒരു കൊല്ലം ഇടയിൽ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ വരും. ഈ അപ്പുറത്ത് സംസ്ഥാനത്ത് പോയ ആളെ ഇങ്ങോട്ട് കാണാനേ ഇല്ല. ഹലോ, ഒരു ദിവസം വരും, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒറ്റ ഓട്ടാ. പിന്നെ എന്താ ചെയ്യുന്നതെന്നോ? അന്നതൊക്കെ എൻ്റെ കൂട്ടുകാർ ചോദിക്കുക, അച്ഛൻ എന്താ ജോലി? എക്സ് എയർഫോഴ്സ്. ഹലോ, എക്സ് എയർഫോഴ്സ് മാത്രമേ ഞാൻ പറയുള്ളൂ. 2008 ആ കാലഘട്ടം വരെ അച്ഛൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അച്ഛൻ കേരളത്തിലും ഇനി അതിലും മനോഹരമായ കാലമായിരുന്നു 2008 തൊട്ട് 2011. അച്ഛൻ ഞങ്ങളെ കേരളത്തിലോട്ട് ക്ഷണിച്ചു. ഞങ്ങൾ എറണാകുളത്തൊരു വാടക വീട്ടിൽ താമസം ആരംഭിച്ചു. അവിടെ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇനിയിപ്പോൾ അച്ഛൻ്റെ അടുത്തുണ്ടല്ലോ, അച്ഛനെ ഇനി എനിക്ക് ഡെയിലി കാണാം. ഇതിലും ഭേദം ബാംഗ്ലൂരാന്ന് തോന്നിപ്പോയി. ഞാൻ രാവിലെ എണീക്കുന്നതിന് മുന്നേ അച്ഛൻ സ്ഥലം കാലിയാക്കിയിട്ടുണ്ടാവും. ഏത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. ഞാൻ കടന്ന് ഉറങ്ങിയതിന് ശേഷമായിരിക്കും അച്ഛൻ വരുന്നത്. ബേസിക്കലി അച്ഛനെ കാണാൻ അപ്പോഴും പറ്റില്ല. ഫാമിലിയിൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഞാനും അമ്മയും മാത്രം പോകും. അച്ഛൻ അപ്പോഴും വരില്ല. ഇതിലും ഭേദം ബാംഗ്ലൂർ വർഷത്തിൽ 1-2 തവണയെങ്കിലും വന്ന് പോവായിരുന്നു. ഇത് അതുമില്ല. പക്ഷേ ഞങ്ങൾ എൻജോയ് ചെയ്തു. ആ ഒരു സമയത്ത് ഈ ഒരു കാറ് ഞങ്ങൾക്ക് മേടിക്കാൻ ഒരു അവസരം കിട്ടി. ഇന്ന് ഈ കാറ് 3,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. 3,50,000. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ കാറ് കൊണ്ട് ഞാൻ കോളേജിൽ പോയപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ ടാക്സി ഡ്രൈവറാണോ എന്ന്. ഇത്രയധികം കിലോമീറ്റർ ഓടിയ കാർ അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ അതിന് ഒരു പോറലില്ല, ഒരു കുഴപ്പമില്ല, ഭയങ്കര സ്മൂത്താണ്. അങ്ങനെ ഈ കാർ സ്വന്തമാക്കി. പക്ഷേ ഈ കാറിലുള്ള യാത്ര മിക്കപ്പോഴും ഞാൻ അതിൻ്റെ മുകളിലൊരു പെട്ടിൻ്റെ മുകളിലാണ് ഞാൻ ഇരിക്കാറ്. അതായിരുന്നു ഈ കാറിലുള്ള എൻ്റെ യാത്ര. ബാക്കിലൊരു പെട്ടി ഉണ്ടാവും, ഫ്രണ്ടിലൊരു പെട്ടി ഉണ്ടാവും, അമ്മയുടെ സൈഡിലൊരു പെട്ടി ഉണ്ടാവും, എൻ്റെ സൈഡിലൊരു പെട്ടി ഉണ്ടാവും. ഇങ്ങനെ ഈ കാറിൽ എപ്പോഴൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ കൂടെ കുറേ പെട്ടികളുണ്ടായിരുന്നു. എവിടെയൊക്കെ പോയാലും ഡിക്കിയിലും കുറേ പെട്ടികളുണ്ടാവും. അങ്ങനെ എന്താണ് അച്ഛൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അപ്പോഴും എനിക്ക് അറിയില്ല. പക്ഷേ ഈ പെട്ടികളായിട്ടുള്ള യാത്ര എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അന്ന് ഓർമ്മയുണ്ടോ? മാഡത്തിൻ്റെയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്, രാൻസാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, പെട്ടികളൊക്കെ ആയിട്ട്. ഓർമ്മയില്ലേ? രാൻസാർ കുറേ പെട്ടികളായിട്ട്. അച്ഛൻ കാറിലാണ് വരുന്നത്. രാൻസാർ എങ്ങനെയാണ് വരുന്നത് അറിയോ? സ്പ്ലെൻഡർ ബൈക്ക് ഉണ്ട്. ഇവിടെ 2 പെട്ടി, ഇവിടെ 2 പെട്ടി. പറ്റുമായിരുന്നെങ്കിൽ കാലിലും കൂടി 2 കെട്ടി വെച്ചേനെ.
ഓർമ്മയുണ്ടല്ലോ കാലങ്ങളൊക്കെ, കുറച്ചു പേർക്കൊക്കെ ഓർമ്മയുണ്ടാവും. സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് ഇവിടെ ബിസിനസ് കെട്ടിപ്പടുത്തിയത്. ഇന്ന് കാണുന്ന രീതിയിൽ RCM വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കഷ്ടപ്പാടുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ ഈ ബിസിനസ് കെട്ടിപ്പടുത്തുമ്പോൾ നിങ്ങൾക്കിതിൻ്റെ 10-1 100 പോലും കഷ്ടപ്പാടില്ല. അന്ന് ഇവരൊക്കെ നല്ല രീതിയിൽ സ്ട്രെസ് ഉണ്ടായിരുന്നു. ഹലോ, ഉൽപ്പന്നങ്ങൾ കുറവാ, ആൾക്കാരോട് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറേ കഷ്ടപ്പെടണം അല്ലേ? അതൊക്കെ എൻ്റെ അച്ഛൻ്റെ തലമുടി കണ്ടാൽ മനസ്സിലാവും എത്രമാത്രം സ്ട്രെസ് അടിച്ചിട്ടുണ്ട്. ഇന്നായിരുന്നെങ്കിൽ ഹൃത്തിക് റോഷൻ ആയനെ അല്ലേ? ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. എഫേർട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ 2011, ഇത് ഞാൻ ജസ്റ്റ് ഒരു ജേണിയാണ് പറയണേ. അങ്ങനെ ഇരിക്കുമ്പോൾ 2012 ഞങ്ങൾ തൃശ്ശൂരിലോട്ട് വരുന്നത്. സ്വന്തമായിട്ടൊരു വീട് ഞങ്ങൾ 2012 മേടിച്ചു. കുറേ കടമൊക്കെ എടുത്തിട്ടാണ് മേടിച്ചത്, എന്നാൽ പോലും മേടിച്ചു. ആ കടമൊക്കെ ഒരു 4-5 വർഷം കൊണ്ട് വീട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2018 എനിക്ക് MBBS സെലക്ഷൻ കിട്ടുന്നത്. 2018 MBBS സെലക്ഷൻ കിട്ടുമ്പോൾ എനിക്ക് കേരളത്തിലെ റാങ്ക് 3300. അതൊരു 1800 ആയിരുന്നെങ്കിൽ എനിക്ക് ഗവൺമെൻറ് കോളേജ് കിട്ടിയേനെ. യാതൊരുവിധ ഫീസും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ 3300 ആയതുകൊണ്ട് പ്രതിവർഷം എത്ര ഫീസ് അടയ്ക്കണം എന്നറിയോ? 2018 5.5 ലക്ഷം എല്ലാം കൊല്ലം ട്യൂഷൻ ഫീസ്, അതിൻ്റെ പുറത്ത് ഹോസ്റ്റൽ ഫീസ്, അതിൻ്റെ പുറത്ത് എൻ്റെ അല്ലാതെ അല്ലറ ചില്ലറ ചിലവുകളൊക്കെ ഉണ്ടാവും. എല്ലാം കൂടി ചേർത്ത് ഒരു 8 ലക്ഷത്തോളം ഒരു വർഷം ചിലവാകും. അങ്ങനെ 5 വർഷത്തേക്ക് 40 ലക്ഷവും. ഇപ്പോഴാണ് ഞാൻ കണക്കാലോചിക്കുന്നത്. ഹലോ, ഞാൻ പറയണത് ഇപ്പോൾ MBBS സെലക്ഷൻ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് കിട്ടിയ ആളുടെ അവസ്ഥ 10 ലക്ഷമാണ്. 10 ലക്ഷം പ്രതിമാസം കൊടുക്കണം. എവിടെ പഠിക്കണമെങ്കിൽ? പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പഠിക്കണമെങ്കിൽ. അന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു, ഒരു കൊല്ലം കൂടി ഞാൻ ഇരുന്ന് പഠിച്ച് ഗവൺമെൻറ്റിൽ തന്നെ സീറ്റ് മേടിക്കും. അച്ഛൻ പറഞ്ഞു, വേണ്ട, നീ പോയി പഠിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛൻ 5.5 ലക്ഷം 5, 3, 7, 8 ലക്ഷം കൊടുക്കണം. അത്തരം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി വീട് കുറേ ലോണിലാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള പ്രശ്നങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അച്ഛൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നീ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 വർഷം ഞാൻ MBBS പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ 22 ലക്ഷം മുടക്കി ഒരു കാർ മേടിച്ചു. ഹലോ, അപ്പോൾ എനിക്ക് മനസ്സിലായി ദാരിദ്ര്യമല്ല. ഞാൻ വിചാരിച്ചു ഞാൻ കാരണം വലിയൊരു ദാരിദ്ര്യത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. MBBS കഴിഞ്ഞ് നല്ല ഡോക്ടറായിട്ട് വേണം കരകയറ്റാൻ. എവിടെ? അപ്പോൾ അച്ഛൻ 22 ലക്ഷം മുടക്കി പുതിയൊരു കാറ് വേറെ മേടിച്ചു. ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, ഇങ്ങനെ ഉണ്ടായിരുന്ന ജീവിതം ഇങ്ങനെയായി. ഹലോ, എത്ര വർഷം പിടിച്ചു? 10-20 വർഷം പിടിച്ചു. അത് ഈ ബിസിനസ് കേരളത്തിൽ പടുക്കുന്ന ടൈം, അതായത് കെട്ടിപ്പടുത്തുന്ന ടൈമായിരുന്നു. പക്ഷെ ഇന്ന് ഇതുപോലെ നിങ്ങൾക്ക് തിരിയാൻ ഇത്ര സമയം വേണ്ട. പിടികിട്ടിയോ? നിങ്ങൾ ആഞ്ഞു പിടിച്ചോ. ഈ ഒരു ലെവല്, നിങ്ങളൊരു സഫയർ ലെവല് തന്നെ ഉന്നം വെച്ചോ. പ്രതിമാസം 8 മുതൽ 13 ലക്ഷം വരെ മാസ വരുമാനം കിട്ടുന്ന ഒരു പൊസിഷൻ. ഹലോ, ഇത്തരം പൈസ ആയിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? കൺഫ്യൂഷൻ. ഇതൊക്കെ ഹെവിയാണ് സാറേ. താഴെപ്പിടി. ഒരു 50,000 ധാരാളം. നോ, ഇവിടെ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ സ്വപ്നം ഇതായിരിക്കരുത്. നിങ്ങൾ ഗിരീഷ് സാറിൻ്റെ സ്വപ്നം കേട്ടിട്ടുണ്ടോ? എത്ര പേര് കേട്ടിട്ടുണ്ട്? ആളുടെയൊക്കെ സ്വപ്നം കേൾക്കുമ്പോഴാണ് ദൈവമേ, അംബാനി മാറി നിൽക്കും. അതുപോലെ നിങ്ങൾക്ക് സ്വപ്നമുണ്ടാകാൻ കഴിയണം. ആള് പറയുന്ന ആളുടെ വീട്ടിൽ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്ന ഒരു സമയം വരും. അങ്ങനെ നിങ്ങൾക്ക് സ്വപ്നം കഴിയാൻ പറ്റുമോ? ഡെവലപ്പ് ചെയ്യണം. സിസ്റ്റത്തിൽ വിശ്വാസം ഉണ്ടാവണം. സിസ്റ്റത്തിൽ നിങ്ങൾ വളരുന്നു, നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താകും? കുറച്ച് വലുതാക്കാൻ തുടങ്ങും. എന്നാൽ ഈ സ്വപ്നങ്ങൾ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു എൻ്റെ അച്ഛൻ. അത് ഞാൻ പറയണതിൽ ഒരു പ്രത്യേക തരം അവതാരമാണ്. RCM കേരളത്തിൽ കൊണ്ടുവരണം, അതിന് ദൈവം നിയോഗിച്ചൊരു അവതാരം. കാരണം സ്വപ്നത്തിൻ്റെ പിന്നാലെ ആയിരുന്നു അച്ഛൻ്റെ ഓട്ടമെങ്കിൽ ഇന്ന് ആ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം? വല്ല
വലിയ സ്ഥലത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി 3-4 കെട്ടിടമൊക്കെ പണിഞ്ഞ അത് ഈ പറഞ്ഞ പോലെ കുറച്ച് വലിയ വലിയ കാറുകളൊക്കെ മേടിച്ച് അല്ലേ, അതിനുള്ളൊക്കെ വരുമാനം ഉണ്ട് അത്യാവശ്യം ആണല്ലോ. പക്ഷേ ആളുടെ എയിം അങ്ങനെയൊന്നുമല്ല. ആൾ രാവിലെ എണീക്കുന്നു, 4 പേര് വിളിക്കുന്നു, അവരെ എങ്ങനെയെങ്കിലും എമറാൾഡ് ആക്കുന്നു, അവരെ എങ്ങനെയെങ്കിലും ടെക്നിക്കലാക്കുന്നു, അവർക്ക് എങ്ങനെ റോയൽറ്റി എത്താം, അവർക്ക് എങ്ങനെ അടുത്തൊരു പൊസിഷൻ എത്താം. ഇത് മാത്രം ഡെയിലി 24 hours into 7 ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമാണ് എൻ്റെ അച്ഛൻ. ഹലോ, മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുക, അവർക്ക് ഒരു വിഷൻ ഉണ്ടാക്കി കൊടുക്കുക, അവർക്കൊരു ലക്ഷ്യബോധം അല്ലെങ്കിൽ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഈ സിസ്റ്റത്തിൻ്റെ ഒരു വലിയ പങ്കാണ്. അപ്പം ഇത് നമ്മുടെ ലൈഫ് പറഞ്ഞ് ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞൊരു ജേണിയാണ്. ഞാൻ ആദ്യത്തെ കട കാണിച്ചു, ഓർമ്മയുണ്ടോ? ഇന്ന് നിങ്ങൾ RCMൻ്റെ കട കണ്ടു നോക്കുക. ഇതുപോലെയാണ് ഇന്ന് RCMൻ്റെ കട. ഇന്ന് നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ് എല്ലാ ഉൽപ്പന്നങ്ങളുണ്ട്, ഡ്രസ്സ് ഉൽപ്പന്നങ്ങളുണ്ട്, പെയിന്റ് ഉണ്ട്, തുടങ്ങിയ എല്ലാം സകലമാന സാധനങ്ങളും ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ് നിങ്ങളുടെ കസ്റ്റഡിയിൽ റെഡിയാണ്. ആണോ അല്ലയോ? ഓൺലൈൻ ഓർഡർ ചെയ്ത് എത്ര പേരുണ്ട്? യെസ്, ഞങ്ങൾ ഇന്നലെയും കൂടി ഒരു ഓൺലൈൻ ഓർഡർ ചെയ്തു. കുറേ ചുരിദാർ, ഇഷ്ടം പോലെ വെറൈറ്റീസ്. അമ്മ അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് മിക്കവാറും ഒരു സെഷൻ നിങ്ങൾക്ക് തരും. ഓക്കെ, ആരും ഞെട്ടണ്ട. അപ്പോൾ അതുവേണ്ടി പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്ന് ധാരാളം 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 അവസരങ്ങൾ നമുക്കുണ്ട്. യെസ്, ഇന്നത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. ആമസോൺ പോലത്തുള്ള കമ്പനികൾ, TCS പോലത്തുള്ള കമ്പനികൾ ആരെയാണ് കൊണ്ടുപോകുന്നത്? അവിടെ ആരാ വർക്ക് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ കോളേജിൽ നിന്ന് നല്ല പഠിച്ച് നല്ല ഉന്നത മാർക്കിൽ പഠിച്ച ആൾക്കാരെയാണ് ആ കമ്പനി കൊണ്ടുപോകുന്നത്. ഇന്ന് ആ കമ്പനിയിൽ നിന്ന് 14,000 പേരും 20,000 പേരെയും പിരിച്ചു വിടുകയാണ്. ആണോ അല്ലയോ? ഇത് നടന്ന കാര്യമാണ്, കഴിഞ്ഞ കൊല്ലം നടന്ന കാര്യമാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം, അൺഎംപ്ലോയ്മെന്റ് വളരെ രൂക്ഷമായ ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ആർക്കും ഇന്ത്യയിൽ നിൽക്കണ്ട. എൻ്റെ +2 കഴിയുന്നവരെ എൻ്റെ ഇടത്തും വലത്തും 2 കൂട്ടുകാരുണ്ടായിരുന്നു. +2 കഴിഞ്ഞ് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. തിരിച്ചു വന്നപ്പോൾ ഒരുത്തൻ സ്കോട്ട്ലൻഡ്, ഒരുത്തൻ UK. അവർ പോയി. എന്താ കാര്യം? അവർ വിചാരിക്കുന്നത് അവരുടെ സ്വപ്നം നേടണമെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ നിന്നിട്ട് കാര്യമില്ല. എവിടെ പോകണം? വിദേശത്ത് പോകണം. എന്നാൽ വിദേശത്ത് പോകാനുള്ള അവസ്ഥ എന്താ? അയർലൻഡിൽ നിങ്ങൾ കാലുകുത്തിയ ആപ്പ് ചെകിടത്തിൻ്റെ അടി വീഴും. ഹലോ, ആ ന്യൂസ് കണ്ടിട്ടുണ്ടോ? അയർലൻഡിലെ ന്യൂസ് വളരെ പരിതാപകരമാണ്. സാറേ, ടൈം എന്താ അവസ്ഥ? ആയില്ലേ? ഓക്കെ. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനുള്ള ഒരു അടിപൊളി സൊല്യൂഷൻ എന്താ ഉള്ളത്? ഇന്ത്യൻ പ്രസ്ഥാനം നമ്മുടെ ഹെൽത്ത് കാത്തു സൂക്ഷിക്കണം, നമുക്ക് നല്ല ഒരു സമ്പത്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്നത് 0 സ്ട്രെസ്. ഹലോ, സ്ട്രെസ് ഫ്രീ ആണോ അല്ലയോ? എന്താ ഉള്ളത്? എന്താണുള്ളത്? ദാറ്റ് ഈസ് RCM. ഇത് നിങ്ങളെ എന്നും മനസ്സിലാക്കുന്നു. ഇവിടെ നിങ്ങൾ ഇരിക്കും തോറുമാണ് അതിൻ്റെ ഡെപ്ത് നിങ്ങൾ മനസ്സിലാവുക. ഒന്നും ചെയ്യണ്ട, നിങ്ങൾ സാധനം മേടിക്കണ്ട, പ്രൊമോട്ട് ചെയ്യണ്ട. എന്നും ഇതുപോലെ എവിടെയൊക്കെ മീറ്റിംഗ് ഉണ്ടോ അവിടെയൊക്കെ പോയി ഇരിക്കുക. അങ്ങനെ ഒരു 3-4 സെഷൻസ് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു എനർജി വരും. പണിയെടുക്കണം. ഇതും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആണോ അല്ലയോ? യെസ്, അതാണ് ഞാൻ ആദ്യം എഴുതിയ ഹെഡിങ്, ദ ഹോൾ ഹ്യൂമൻ ROI. ഒരു മനുഷ്യന് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഹെൽത്തിന് കൊടുക്കണം. നിങ്ങളുടെ സമ്പത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഒരു വരുമാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? RCMൽ സമയം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺസ് എപ്പം കിട്ടും? നിങ്ങൾ എത്ര വർക്ക് ചെയ്യുന്നോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടും. നല്ല ഒരു പ്രസ്ഥാനമാണ് തോന്നുന്നുണ്ടോ? യെസ്, 100% ഉറപ്പ് പറയുന്നു, നല്ലൊരു പ്രസ്ഥാനം മാത്രമാണ്. സത്യം, സുതാര്യം, പിന്നെന്താ? ട്രൂ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഹോണസ്റ്റ്. അതാണ് RCM. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് കൊടുക്കുന്നു. യാതൊരു പരസ്യക്കാരുമില്ല, ഇടനിലക്കാരുമില്ല. ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുന്നു പറയാൻ ഇവിടെ
ആരുമില്ല. പിന്നെ കൂടോ? താഴ്ന്നൊരു ചപ്പ് എന്താ പറയുക, കപ്പ് ചായ കുടിച്ച് മുകളിൽ പോയ രുചി കൂടോ? ഇല്ല. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ. തവിടെണ്ണ കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയും. ഒറൈസനോൾ എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ട്, അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അല്ലേ? ഇതല്ലേ പറയുന്നുള്ളൂ. യെസ്. ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു വരുമാനം കിട്ടിയാൽ അത് ഉപയോഗിക്കുന്ന ആൾക്കും ബെനിഫിറ്റ്, നിങ്ങൾക്കും ബെനിഫിറ്റ്. ആണോ അല്ലയോ? ഇത്രയുള്ള ആർസ്യം. അപ്പം ഈ സിസ്റ്റം മനസ്സിലാക്കുക. കുറേ സമയം ഞാൻ എടുത്തെന്ന് എനിക്കറിയാം, പക്ഷേ എന്താ പറയുക, എനിക്ക് ആ സ്പിരിറ്റ് ഇതുവരെ വിട്ടിട്ടില്ല. ബട്ട് പിന്നീടൊരു അവസരത്തിൽ ഞാൻ വീണ്ടും വരും. ഓക്കെ? അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ആർസിഎം.